വിശ്വാസമായിട്ടാണോ നിങ്ങൾ തയ്യാറായത്? എല്ലാവർക്കും സാദര നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമ്മൾ ഇന്നും പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുക. ഞാൻ ആ വാക്കൊന്നുകൂടി അടിവരയിട്ട് പറയുന്നു. ഇന്നു മുതൽ നമ്മൾ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഹാപ്പിനെസ് മാസ്റ്ററുടെ കൂടെയുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ അതിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുവരെ മറിച്ച പുസ്തകത്താളുകളല്ലാതെ ഇന്നു മുതൽ പുതിയ പുസ്തകത്താളുകൾ മറിക്കാൻ തയ്യാറാവുക. ആദ്യം പുസ്തകത്തിനെ എടുത്ത് ബൈൻഡൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പുതിയ താളുകൾ മറിക്കാൻ പോകുന്നത്. അത് ഏത് താളാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്തൊക്കെയോ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. പലരും പറയുന്ന കാര്യമാണ്, സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ജീവിതം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്നുള്ള മനസ്സിലാക്കൽ സാധ്യമായി എന്ന് മിക്കവരും നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നിങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഉദ്ദേശവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞതോ കഴിഞ്ഞു. പുതിയ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നേടിക്കൊണ്ട് ജീവിതത്തിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ മാത്രമേ നമുക്ക് സംതൃപ്തി എന്ന കാര്യം, അല്ലെങ്കിൽ സമൃദ്ധി എന്ന കാര്യം, അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ എന്താ പറയാ, ഓവറോൾ സമാധാനം എന്ന് ഒറ്റ വാക്കിൽ പറയുന്ന കാര്യം സാധ്യമാക്കുകയുള്ളൂ. നമുക്കെപ്പോഴും നമ്മൾ അക്കരപ്പച്ചയെ പറ്റിയിട്ടാണ് എന്നും ആലോചിച്ചിട്ടുള്ളത്. അവർ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കും, എന്റെ മക്കൾ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കും എന്ന് പറയുന്ന അച്ഛനമ്മയുടെ കാലഘട്ടത്തിൽ നിന്ന് മാറി നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നുള്ള സത്യസന്ധമായ വാക്കാണ് ഇപ്പൊ ശില്പ പറഞ്ഞത്. വെറുതെ 27 വർഷം കളഞ്ഞു എന്നുള്ള, അതല്ലായിരുന്നു യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടെന്നുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയാം. ഉണ്ടായി എന്നല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ തിരിച്ചറിവുകൾ. ഇന്നൊരാൾ എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാറ് ഞാൻ 5 ദിവസമായിട്ട് സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ, യൂട്യൂബിലാണ് കാണുന്നത്. 5 ദിവസം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ, സാറേ ഞാൻ ഇതുവരെ ജീവിതം കളഞ്ഞു കുളിച്ചതാണ്, എന്റെ ജീവിതം ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. ഇന്നലെ ഒരാൾ സംസാരിച്ചപ്പോൾ അവർ ഇതേ വാക്ക് തന്നെ പറഞ്ഞ്, എന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് മാസം ലക്ഷങ്ങൾ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ മുഴുവൻ പോയി. ഇപ്പൊ ഞാൻ സീറോയിലാണ് നിൽക്കുന്നത്. എനിക്ക് തിരിച്ചു വരണം, എനിക്ക് നേടണം. സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം അത് പറ്റും, സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരാൾ ഇന്ന് ഞാൻ യൂട്യൂബിന്റെ കമന്റ് താഴെ കണ്ടതാണ്, പറഞ്ഞതാണ്, ഇത്രയും കാലം ജീവിക്കാനേ മറന്നുപോയല്ലോ, ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം എന്ന് പറയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ജീവിതം കഴിഞ്ഞതോ കഴിഞ്ഞു, ഇനിയും സുന്ദര സുരഭിലമായ വർഷങ്ങൾ ബാക്കിയുണ്ട് എന്ന് മാത്രം ഓർക്കുക. അപ്പോൾ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് മറ്റൊരു സുവർണ
കാലഘട്ടത്തിലേക്കാണ്, സുവർണ വർഷത്തിലേക്കാണ്. പക്ഷേ അവിടെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം. നമുക്ക് നമ്മുടെ പുതിയ അധ്യായം എഴുതി ചേർക്കണം. ഞാൻ പണ്ടെപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഒരു ബ്ലാങ്ക് പുസ്തകമാണ്, ഒഴിഞ്ഞ പുസ്തകമാണ്. അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കഴിയുമ്പോൾ ആ ദിവസത്തെ എഴുതി ചേർത്ത് ആ പേപ്പർ മറച്ചു വിടുകയാണ് ചെയ്യുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ എല്ലാം ശൂന്യമാണ്. അതിൽ നിന്ന് മാറി പിന്നോട്ട് മറിഞ്ഞു പോയതൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും നിൽക്കുന്നത് പിന്നോട്ട് മറിഞ്ഞതിനെ രാവിലെ അഫർമേഷൻ എഴുതാൻ പറയുമ്പോൾ നേരെ പോകും, ഇന്നലെ എഴുതിയത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും, എന്നിട്ട് എഴുതും, എന്നിട്ട് തിരിച്ചു വെക്കും. നാളെ എടുക്കുമ്പോൾ വീണ്ടും പിറ്റിലേക്ക് പോകും, തിരിച്ചു വെക്കും. എന്നതിൽ നിന്ന് മാറി നമുക്ക് വേണ്ട മുന്നോട്ട് എഴുതാൻ എന്നാണോ നമ്മൾ തുടങ്ങുന്നത്, അപ്പോൾ പിന്നിൽ പോയതിനെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. കാരണം മുന്നോട്ട് ഒരുപാട് പേജുകൾ നമുക്ക് എഴുതാനുണ്ട് എന്നുള്ള സമാധാനത്തിലൂടെ, അത് ആത്മസംതൃപ്തിയോടെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നാളേക്ക് വേണ്ടത് ഇന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് സംഭവിക്കേണ്ട സാധനം ഇവിടെ ഉണ്ട്. വൈകിട്ടാകുമ്പോ എന്തൊരനുഭൂതിയായിരിക്കും, ഞാൻ വിചാരിച്ചതെല്ലാം നേടിയിരിക്കുന്നു, സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന് പഠിപ്പിച്ച പോലെ പില്ലോ ടെക്നിക് ഒന്നും ആ പില്ലോ ഒന്നും ആവശ്യമില്ല, എവിടെ കിടന്നു അവിടെ ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് എത്രയും കാര്യം പറഞ്ഞത്, നിങ്ങൾ ഇതിന് തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം, ചില കാര്യങ്ങൾ തുടങ്ങാം. ഇതിൽ വേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഈ കാര്യത്തിൽ തീരുമാനിക്കാൻ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ആവശ്യം. ഇത് 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ളത് തന്നെയാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ റെഡി എന്ന് പേരും പറഞ്ഞ് സന്തോഷത്തോടുകൂടി റെഡി എന്ന് അവനവനെ തീരുമാനിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ആൾക്കാരെ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ എടുക്കാം. കമാൺ, ലെറ്റ്സ് ടൈപ്പ്. റെഡി? യെസ്, ഐ എം ഹാപ്പി ആൻഡ് റെഡി. യെസ്, ഐ എം ഹാപ്പി ആൻഡ് റെഡി. സന്തോഷം പറയാൻ മറന്നു, ഒരു ടാബ്ലറ്റ്സ് കഴിക്കാൻ. ഇന്നലെ 2-3 ടാബ്ലറ്റ്സ് എല്ലാവരും കഴിച്ചിരുന്നല്ലോ. ഇന്നലെ തന്ന ടാബ്ലറ്റ്സുകൾ കഴിക്കാത്തവരെ കുട്ടികൾ ആരൊക്കെയുള്ള? എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. യെസ്, കമോൺ ഫാസ്റ്റ്. നമുക്ക് അൺമ്യൂട്ട് ചെയ്യാണ്ട് വരാൻ, ആർക്കാണ് സംസാരിക്കാനുള്ള പെട്ടെന്ന് വന്നോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്യണം. സംസാരിക്കാനുള്ളവർക്ക് സംസാരിക്കും. ഇപ്പോ 5 മിനിറ്റ് സമയം തരാം. എനിക്ക് വേണം സാറേ. പറഞ്ഞോളൂ, വരൂ. ആദ്യം തന്നെ ഒരു മിനിറ്റ്. ശ്യാം പി വി. ഗുഡ് ഈവനിങ് സാർ. യെസ്, പറഞ്ഞു സാറേ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഇന്ന് അപ്രതീക്ഷിതമായി ഞാൻ ഒരുപാട് മുന്നേ കൊടുത്ത പൈസയാണ് 25,000 റുപ്യ ഇന്ന് അക്കൗണ്ടിൽ വന്നു. കിട്ടി, അപ്രതീക്ഷിതമായി കിട്ടിയതാണ് സാർ. വെരി ഗുഡ്. എന്തെങ്കിലും ചെയ്തിരുന്നോ? മുന്നേത്തെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും അഫർമേഷൻ ചെയ്തിരുന്നോ? ഞാൻ സാറിന്റെ നമ്മളെ ഈ സൂം മീറ്റിങ്ങിൽ എപ്പോഴും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ്സിനൊന്നും ചേർന്നിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. സാറ് ക്ലാസ്സിൽ പറഞ്ഞു തരാനുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യണം. അതുപോലെ ഞാൻ സ്വന്തം ചെയ്യും. അപ്പോ ഇന്ന് അപ്രതീക്ഷിതമായി രാവിലെ ഒരു 11 മണിയാകുമ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ എന്നിട്ട് വിളിച്ചു, അങ്ങനെ പറഞ്ഞു ബാക്കി തരാം, അത് അന്നേരം കുറച്ച് ഇതായതുകൊണ്ടാണ്, ഇപ്പൊ ഞാൻ കുറച്ച് ഇതാണ്, അതുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. വെരി ഹാപ്പി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സാർ. വെരി ഗുഡ്. വാവ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. വെരി ഗുഡ്. ഇനി രമ വിശ്വൻ പറഞ്ഞു. സാറേ, ഞാൻ 2 വർഷമായിട്ട് കൊടുത്തൊരു ബിസിനസ്സിന് വേണ്ടിട്ട് കമ്മീഷന്റെ ബേസിൽ കൊടുത്തതാ. അത്
ബിസിനസ് നടന്നുമില്ല. കാശ് ഇവര് തിരിച്ചു മറിക്കുക ചെയ്തത്. അവര് വേറെ ഒരു ലേഡി ആയിട്ടാണ് അത് നടന്നത്. എന്നിട്ട് കൊറേ ചോദിച്ച് ഞാൻ ഇപ്പൊ നാളെ 2 ലക്ഷം രൂപ ഒന്നിച്ച് തരാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ ഇന്ന് ഒരു 30,000 രൂപയാണ് ഇട്ട് തന്നത്. ഇന്ന് കിട്ടി 30,000 രൂപ. അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല. എന്നാലും താങ്ക് യു സാർ. പിന്നെ എന്റെ മകളുടെ ജോലിയുടെ കാര്യം ശരിയായിട്ടില്ല. അതിന് 10-15 ദിവസം കൂടി ഉള്ളു വിസിറ്റിംഗ് വിസയുടെ തീരാനായിട്ട്. അപ്പൊ നല്ല സാലറിയുടെ ജോലിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ശരി. അത് ശരിയാവണം. ഓക്കെ, വിശ്വനാഥൻ എന്നും പറയണ്ടോ? വിശ്വനാഥൻ വെറുതെ ഉണക്കിയതാ, പറയണ്ടോ? അല്ലല്ല, പറയാനുണ്ട്. പറഞ്ഞോളൂ. സാറേ, ഇത് ആവുന്നില്ല. റൂം കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചോളൂ. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ നമ്മള് അറിയാണ്ട് പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. പല കമ്പനിയിലും വിശ്വസിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മളാകെ കുടുങ്ങിയിട്ടുണ്ട്. പോയോ? റേഞ്ച് പോയി. ഇനി ആർക്കും സംസാരിക്കാനുണ്ടോ? റേഞ്ച് പോയി. പറഞ്ഞോ. ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, എനിക്ക് എല്ലാ ദിവസവും ഈ സാറിനോട് പറയാനായിട്ട് കാണുമെന്ന്. അപ്പൊ ഇന്നലെ 6500 രൂപ കിട്ടി. 3 ഏഞ്ചൽ നമ്പേഴ്സോട് കൂടി ഇന്നും കിട്ടി എനിക്ക് 20,000 രൂപ. 10,000 രൂപ അക്കൗണ്ടിലും 10 രൂപ കയ്യിലും കിട്ടി. 3 ഏഞ്ചൽ നമ്പർ കിട്ടി. താങ്ക് യു സാർ, താങ്ക് യു. എന്നും ഇപ്പോൾ ഏഞ്ചൽ നമ്പർ കാണുകയാണ് നമ്മൾ. ഏഞ്ചൽ നമ്പറിന്റെ ക്ലാസ് എടുത്ത ശേഷം എല്ലാവർക്കും ഏഞ്ചൽ നമ്പർ ഉണ്ട് അല്ലെ? ഭയങ്കര എനിക്കും അത് എപ്പോഴും സംഭവിക്കുന്നുണ്ട്. മുമ്പേക്ക് ഏഞ്ചൽ നമ്പർ ഇവര് അഡ്മിന്മാർ എപ്പോഴും പറയും അവർക്ക് എപ്പോ നോക്കിയാലും വരുന്ന പേയ്മെന്റ്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസിന്റെ ഫീസുകളൊക്കെ ഏഞ്ചൽ നമ്പർ ആക്കി മാറ്റുന്നത്. കാരണം അത് ഭയങ്കര പവറാ സാധനത്തിന്, ഭയങ്കര പവറാ. നമ്മൾ കണ്ടില്ലേ ക്ലാസ്സിൽ തന്നെ നമ്മൾ ആൾക്കാരെ ഫിക്സ് ചെയ്യുന്ന പോലെ ഏഞ്ചൽ നമ്പറില്ല. ഇത്ര ആൾക്കാർ 222 ആള് 332 ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. ഭയങ്കര അമേസിംഗ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. വിജയലക്ഷ്മി. എനിക്ക് കിട്ടി സാറേ, 7700 രൂപ കിട്ടി. എന്നിട്ട് അതിനകത്ത് 3 ഏഞ്ചൽ നമ്പറായിരുന്നു. 444, 666, 100. അങ്ങനെ ഒരുപാട് സന്തോഷമായി സാറേ. മനസ്സേകാന്തൊരു കുറെ തണുക്കാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾ യൂട്യൂബ് കാണുന്നു, നിങ്ങൾ കമന്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചതിനെയൊക്കെ പറയുന്നു. അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് വളരെ നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പലരും മറന്നു പോകുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നിടയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി 1-2 കാര്യങ്ങൾ പറയാം. നാളെ നമ്മുടെ ഞായറാഴ്ചയാണ് നമ്മുടെ കോഴിക്കോട് പ്രോഗ്രാം. ഇതുപോലെ നേരിൽ നിന്നുകൊണ്ട് ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ ദൂരത്ത് നിന്നാണ് നിങ്ങളോട് സംവദിക്കുന്നത്. നിങ്ങൾക്ക് മിറാക്കിളുകൾ സംഭവിക്കുന്നതൊക്കെ ഞാൻ ദൂരെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെ? ഏറെ സന്തോഷമാണ് ഇപ്പോഴും സംഭവിക്കുന്നു പറയുമ്പോൾ. ഞാൻ ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ കോഴിക്കോട് നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു. അവിടെ നിന്നുകൊണ്ട് ചില മിറാക്കിളുകൾ സംഭവിപ്പിക്കാൻ നമുക്ക് ഒന്ന് ഒത്തുപിടിച്ചു നോക്കാം. ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം കൂടി നമുക്ക് പറ്റുമെന്നറിയാം. അപ്പോൾ പറയാൻ വന്നത്, ഓൾറെഡി സീറ്റ് ഫുള്ളായി. ഇന്നലെ കുറച്ച് സീറ്റായി. അന്ന് കുറെ പേര് ഇന്ന് ജോയിൻ ചെയ്തു. ഇനി ആരെങ്കിലും അവസാന നിമിഷത്തിൽ ജോയിൻ ചെയ്യണമെന്ന് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കരുത്. കാരണം അവസാനം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ എടുക്കാൻ പറ്റാതെ ആവും.
ചിലപ്പോൾ നിങ്ങളായിരിക്കും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒരാള്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഇനി നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കരുത്, സീറ്റ് ഉണ്ടാവില്ല. ഓരോ ആൾക്കും അനുസരിച്ചാണ് സീറ്റിംഗ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓർമ്മിപ്പിക്കണം. ഒന്ന് ഇനി അറിയാലോ, ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന് 3ാമത്തെ ക്ലാസ്സും കൂടി അവിടെ നടന്നു. ഒരാൾ ഏത് പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ടെക്നിക്ക് എല്ലാം പഠിച്ചു വെച്ചോളൂ, ആവശ്യാനുസരണം പ്രയോഗിക്കുക. എല്ലാ ടെക്നിക്കുകളും, ഏത് ടെക്നിക്ക് എടുത്താലും റിസൾട്ട് കിട്ടിയാൽ മതി. ഇന്നലെ ചെയ്ത ടെക്നിക്ക് മാറ്റി വെച്ചെന്നും വേറെ ടെക്നിക്ക് ചെയ്യണമെന്നൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്നിക്ക് എന്താണോ അതെടുക്കുക, ഉപയോഗിക്കുക. ബാക്കി സമയത്ത് അത് അവിടെ ഉണ്ടാവുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം, ആരും ടെൻഷൻ അടിക്കേണ്ട. രണ്ടാമത്, വീണ്ടും ഒരുപാട് ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ ചെറിയ കോഴ്സ് ചോദിച്ചു വരുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. പക്ഷേ ഞാൻ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, മനസ്സിലെ മാലിന്യങ്ങളെ, നിങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന സാധനത്തെ, നിങ്ങളുടെ എനർജി ഫ്ലോയെ ശരിയാക്കാതിരുന്നാൽ ഈ സാധനങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. സാധ്യതയുണ്ടാവാം. നിങ്ങൾക്ക് ഒരു കല്ലെടുത്ത് മാറ്റാൻ, കൈകൊണ്ട് പൊക്കാൻ എത്രത്തോളം ബലം വേണോ, ചിലപ്പോൾ നിങ്ങൾക്ക് പൊക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു എന്താ പറയാ റോപ്പോ മറ്റോ കെട്ടിയിട്ടാണ് പൊക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കേണ്ട ബലത്തിന്റെ പകുതി അവിടെ ഉപയോഗിച്ചാൽ മതിയാവും. എന്നതുപോലെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട എഫേർട്ടിനെ പകുതിയായി കുറക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ മാലിന്യങ്ങളെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന പ്രോഗ്രാം. അതിന് ഞാൻ വലിയ കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്, അതിന് ചെറുതാക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ സംഭവം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. പലപ്പോഴും നിങ്ങളുടെ ഇമോഷൻസ് ആണ് എപ്പോഴും നമ്മളെ ബ്ലോക്കേജ് ആക്കുന്നത്. അതിനെ പൊട്ടിക്കാതിരുന്നാൽ ഈ സാധനം ലഭിക്കില്ല എന്ന് ആമുഖത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത്, ലൈഫിൽ നമുക്ക് മാറ്റം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ? പണം നമുക്ക് ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പണം എന്ന ഒറ്റ വാക്കിലല്ല നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ സമാധാനം, സംതൃപ്തി ഉണ്ടാവണം എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നു. അപ്പോൾ ഇനി വരാം, ഇതുപോലെ കഴിഞ്ഞ കാലങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അടുത്ത കാര്യം ചിന്തിക്കുന്നത്, ദൈവമേ 2025 എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറണേ, 2025 എനിക്ക് എൻ്റെ ലോണുകളൊന്നും അടച്ചു തീർക്കാൻ പറ്റണേ, 2025 എനിക്ക് കുറച്ച് പൈസ വരണേ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് നിങ്ങളുടെ പേരൊന്ന് താഴെ എഴുതുക. 2025 ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്ററായി സമ്പത്ത് നമ്മളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, വളരെ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഒരു 4-5 പേര് ഉണ്ടാവുള്ളൂ 250 ആൾക്കാരിൽ. അത്രയും ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക പേര്. എനിക്ക് വേണം, എനിക്ക് മാറ്റം ഉണ്ടാക്കണം. എല്ലാവരും ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു കുറച്ചു പേരെ ആഗ്രഹമുള്ളവരുണ്ടോ. ഇതിപ്പോ എല്ലാവരും ആയില്ല. ഇപ്പൊ നല്ല സ്പീഡ് നടക്കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ സൂം റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ചാറ്റ് ബോക്സ് കൂടി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേണം. എന്നാല് എനിക്കത് അറിയില്ല, ഉണ്ടോന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ചാറ്റ് ബോക്സോടെ അടക്കാം, നമുക്ക് വന്നേ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പറയണേ. ഓക്കെ, വെരി ഗുഡ്. ഉണ്ട് എന്നല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അതേ കാര്യത്തിലേക്ക് കടക്കാം അല്ലെ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഞാനിവിടെ പറഞ്ഞൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ? ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ആഗ്രഹമുണ്ടല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആരാണ്? അപ്പൊ ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ? ആഗ്രഹിച്ചതെല്ലാം നടക്കുമോ? യെസ് ഓർ നോ? ആഗ്രഹിച്ചതെല്ലാം നടക്കണമെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ നടക്കണം അല്ലേ? വളരെ ലളിതമാണ്. നടക്കും, പക്ഷെ കൂടെ നമ്മളും വേണം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കാര്യം നേടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതായി തീരണം. നമ്മൾ അതായി തീരാത്തിടത്തോളം കാലം അത് നമ്മളിലേക്ക് വരില്ല. ക്ലിയർ ആയോ? ആ സംഭവം അറിയോ? ഇനി നമുക്ക് ചെറിയ 1-2 കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ജീവിതത്തിൽ
അപ്പൊ നമ്മൾ പണമാണല്ലോ പ്രധാനമായ വിഷയം, അതിൽ തന്നെ വിഷയം, മറ്റല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പണം ആണ് കൂടുതൽ വിഷയം എന്നതുകൊണ്ട് പണം എന്ന് ഉപയോഗിക്കുന്നേ ഉള്ളൂ കേട്ടോ, അത് മാത്രമില്ല. എന്താണ് സമൃദ്ധി അല്ലെങ്കിൽ പണം, ധനം, സമ്പത്ത് നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് എനിക്കത് വരുന്നില്ല, എന്തുകൊണ്ട് എനിക്കത് ലഭിക്കുന്നില്ല? ചിന്തിച്ചവർ എത്ര പേരുണ്ട്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഉത്തരവുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? വളരെ പരിമിതമാണല്ലേ. വരുന്നില്ലെന്ന് എനിക്കറിയാം, എന്തുകൊണ്ട് എന്നറിയില്ല. വരുന്നില്ല എന്നറിയാം, വരുന്നില്ലെന്ന് നമ്മളെപ്പോഴും വരുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് വരാത്തത്? അതിന് ഉത്തരം ഇപ്പോൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരവൊക്കെ കിട്ടി കേട്ടോ. ഇതിനു മുമ്പ് വരുന്നില്ല 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 കിട്ടുന്നില്ല വന്നില്ല വന്നില്ല, ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പൊ കുറെയൊക്കെ മാറി, ഇവിടെ വന്നതിപ്പോ ഇന്നതാണ് മനസ്സിലെ മാലിന്യങ്ങൾ, ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴും നമ്മൾ ക്ലാസ്സിൽ വരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ രണ്ടാമതൊരു കാര്യം ചോദിച്ചോ. ഇനി ശരി, ഇത് നമുക്കറിയാം, എന്തോ ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് വരാത്തത് എന്നറിയാം. ഇനി അടുത്ത വർഷം എത്രയാണ് നമുക്ക് പൈസ വേണ്ടത്, ധനം വേണ്ടതെന്നറിയാം. 2024 കഴിഞ്ഞു പോയി, ഞാൻ 2025 കാര്യം, 2025 എത്രയാണ് വേണ്ടതെന്നറിയാം, വേണമെന്നറിയാം. എത്ര അറിയില്ലല്ലേ? എനിബഡി നോസ് ഇറ്റ്? ഐ വാണ്ട് 2000 ഇത്രയാണെന്ന് അറിയാം. എത്ര? ഒന്ന് ഫിഗർ എന്ന് പറഞ്ഞു. യെസ്, അറിയാന്ന് പറഞ്ഞു, ഒരു ഫിഗർ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയും 1 കോടി, 2 കോടി, 5 കോടി, 10 കോടി അല്ലെ? പറയാൻ എളുപ്പമാണ്. ഈ പറയുന്നതും നിങ്ങളുടെ വൈബ്രേഷൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് ആ പറയുമ്പോൾ മനസ്സിലാവും. ഇത് ആഗ്രഹമാണ്. 1 കോടി, 5 കോടി, 10 കോടി എന്ന് പറയുന്നത് വെറും ആഗ്രഹമാണ്. ഇത് യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമാവണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം ആലോചിക്കും. 2024 എനിക്ക് 1 കോടി വേണമെങ്കിൽ, 2025 എനിക്ക് 1 കോടി വേണമെങ്കിൽ, അത് ഇപ്പോഴില്ലാത്തതുകൊണ്ടല്ലോ അത് വേണമെന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് 2024 നിങ്ങൾക്ക് ഉണ്ടായത്? ആ കണക്കുണ്ടോ? അതില്ലല്ലേ. 2024 1 കോടി വേണമെന്ന് നമുക്കറിയാം. 25 ഈ 2024 എത്ര കോടി ഉണ്ടായി? 1/2 കോടി, 25 ലക്ഷം, 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം ഉണ്ടായി എന്ന് കരുതിക്കോ. അപ്പോൾ എങ്ങനെ 2020, ഓക്കെ ശരി, 10 ലക്ഷം ഉണ്ട് നമ്മൾ കരുതി വെച്ചു. അപ്പോൾ എങ്ങനെയാണ് 2025 1 കോടി ആവുക? ലോട്ടറി അടിക്കോ? സോ വേർ ഇസ് ദ സ്റ്റെപ്പ്? ഹൗ ഡു യു ഡു ദാറ്റ്? ആഗ്രഹവും ആവശ്യവും തമ്മിലുള്ള കണക്ഷൻ ഇവിടെയാണ്. ആഗ്രഹിക്കാൻ എന്തും പറ്റും, പക്ഷെ അത് നമ്മുടേതായി മാറില്ല, നമ്മുടെ വൈബ്രേഷനായി മാറില്ല. നമ്മുടെ വൈബ്രേഷനായി മാറണമെങ്കിൽ, നമ്മുടെ ഊർജ്ജതലവുമായി ബന്ധപ്പെടണമെങ്കിൽ നിലവിൽ എന്റെ ഊർജം എന്താണെന്ന് എനിക്കറിയണം. നിലവിൽ എനിക്ക് എത്ര രൂപയുടെ മണി ബോൾ ഉണ്ടെന്ന് അറിയണം. ഞാൻ എപ്പോഴും മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന ഒരു ടേമാണ് മണി ബോൾ എന്ന് പറയുന്നത്. ഒരാളുടെ മണി ബോൾ എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അയാൾക്ക് 1 കോടിയോ 5 കോടിയോ ഒന്നും പറ്റാൻ പറ്റുള്ളൂ. 10,000 രൂപയുടെ മണി ബോൾ ഉള്ളയാൾ 1 കോടി വേണമെന്ന് യൂണിവേഴ്സിനോട് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പകലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് തരാൻ പറ്റും. പക്ഷെ ഈ 10 ലക്ഷം കിട്ടുമ്പോൾ ഈ സാധനം നിറഞ്ഞു പോകും. പിന്നെ ഇത് എങ്ങോട്ട് പോകും? പല വഴിക്കങ്ങ് പോകും, നിൽക്കില്ലല്ലോ. ഇവിടെ ഇല്ല ഈ സാധനം, കുടമില്ല. 1 ലിറ്റർ പാല് മേടിക്കാൻ വേണ്ടി പോവാണ്, പറയുന്നു എനിക്ക് 1 ലിറ്റർ പാല് വേണം, പാല് വേണം, പാല് വേണം എന്ന് പറയുന്നു, പോകുന്നു. പക്ഷെ കയ്യിലിരിക്കുന്നത് 1/4 ലിറ്റർ കൊള്ളുന്ന ഒരു കുടമാണ്. ബാക്കി പാൽ അവർ തരും. എന്ത് സംഭവിക്കും? എങ്ങോട്ട് പോകും പാല്? അങ്ങ് പോവും അല്ലേ? ആർക്കും യൂസ് ഇല്ലാതെ പോവും. ലോട്ടറി അടിച്ചാൽ കിട്ടും, പക്ഷെ ലോട്ടറി അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ ചിലപ്പോൾ തുകയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലോട്ടറി അടിച്ചു പക്ഷെ കാശ് കിട്ടിയില്ല, ആരോ ടിക്കറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്ന കഥ കേട്ടില്ലേ? എന്താ സംഭവിക്കുന്നത്? എങ്ങനെ പറ്റിക്കോ അയാളെ?
ഇതൊക്കെ വലിയ കഥകളാണ്, നിങ്ങൾ മനസ്സിലാക്കാത്ത കുറെ ടേമാണ്. നമ്മളുടെ ഈ മണി ബോൾ ഇല്ലെങ്കിൽ ഇത് സാധ്യമാവില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നിർണയിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമത്തെ ചോദ്യമാണ്, ഇപ്പോഴെന്റെ കയ്യിൽ എത്രയുണ്ട് എന്ന് നമുക്കറിയണം. അപ്പോൾ ഉള്ളതിൽ നന്ദി പറയുന്നവന് മാത്രമേ പുതിയത് വരികയുള്ളൂ. വെള്ളം കൂടുതൽ നിറയണമെങ്കിൽ, ശുദ്ധമായ ജലം ആവശ്യമാണെങ്കിൽ അവിടെ ഒഴുക്കുണ്ടാവണം. ഒഴുക്കില്ലാത്ത ഒരു സ്ഥലത്തും ശുദ്ധജലം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഒഴുകാൻ വിടില്ല, പിടിച്ചു നിർത്തും. അപ്പോൾ അത് നിറയുമ്പോൾ ഇവിടെ കഴിഞ്ഞു കൊടുക്കും, പിന്നെ കേടായിപ്പോവും. വളരെ ലളിതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ആൻസർ ആള് പറഞ്ഞു കേട്ടോ. എനിക്ക് ചിലപ്പോൾ പൈസ കിട്ടിയേക്കാം, എന്റെ സ്വത്ത് വിറ്റാൽ പൈസ കിട്ടിയേക്കാം. ഞാൻ മണിയെ പറ്റി അല്ല പറയുന്നത്, സമ്പത്തിനെ പറ്റിയാ പറയുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് സ്വത്ത്. ആൾക്കാർ ഈ മണിയെ എങ്ങനെയും കൺവേർട്ട് ചെയ്ത് സ്വത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ സ്വത്ത് വിറ്റിട്ട് എന്താ കിട്ടുക? അതിലെന്തോ അർത്ഥമുള്ളത്? സ്വത്ത് വിറ്റിട്ട് കാശിട്ട് പ്രോപ്പർട്ടി സെയിൽ. ആൾക്കാർ പ്രോപ്പർട്ടി സെയിൽ. പ്രോപ്പർട്ടി സെയിൽ ഒന്നുമല്ല. ഓക്കെ, പ്രോപ്പർട്ടി സെയിലോ ലക്ഷ്യമാകുമ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോ ഇത് രണ്ട് കാര്യം. ഇനി ശരി, അടുത്ത കാര്യം ആലോചിക്കാം. 2025 നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വാ പോര്, ദിനേശ് സാറിന്റെ ക്ലാസ്സിലേക്ക് കയറിയല്ലേ, പ്രാർത്ഥിച്ചല്ലേ, രാവിലെയും വൈകിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നതല്ലേ. ഭക്തേ വത്സേ ഞാൻ നിന്നിൽ, ഭക്ത അല്ലെങ്കിൽ വത്സ ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, ചോദിച്ചോളൂ 2025 നിനക്ക് എന്താ വേണ്ടത്? സാറ് 1 മിനിറ്റ് പുസ്തകത്തിൽ എവിടെയോ എഴുതി വെച്ച് നോക്കട്ടെ എന്ന് ദൈവത്തോട് പറയുമോ? അല്ലെങ്കിൽ അന്നേരം ചോദിക്കുമോ എനിക്ക് ഇന്നതാ വേണ്ടതെന്ന്? ഇല്ലല്ലേ, ചോദിക്കാൻ എന്താണെന്നറിയില്ല. അപ്പൊ അറിയിക്കോ, എവിടെയെങ്കിലും ലോൺ ഉണ്ടോ കൊടുത്തു തീർക്കാൻ, കടമുണ്ടോ കൊടുത്തു തീർക്കാൻ, ആ കാശ്, അത് ഇത്രയും കാശ് വേണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അച്ഛടാ കുറച്ചും കൂടി ചോദിക്കായിരുന്നു കേട്ടോ എന്ന് ചിന്തിക്കും. സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേക അതിശയോക്തിയൊന്നുമില്ല. പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചാൽ എന്താ വേണ്ട വെച്ചാൽ ജപയാണ് നമ്മൾ അല്ലേ. എന്തോ വേണമെന്നറിയാം, എന്തൊക്കെയോ നമുക്ക് ആവശ്യമുണ്ട്. ഇല്ല, വ്യക്തമായ ലക്ഷ്യമില്ല. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടോ എന്നൊന്ന് പറയണേ. ഞാൻ കൂടുതൽ സമയം കാണിക്കില്ല. ഇങ്ങനൊരു സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആണല്ലോ അല്ലെ, ഫുള്ള് വായിച്ച് തപ്പണ്ട നിങ്ങൾ, ഇത്രേ കാണിക്കുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട്? എന്നോട് ദൈവം ഏത് രാത്രി വന്ന് ചോദിച്ചാൽ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 1 മിനിറ്റ് ഇതാ ചുമരിലുണ്ട്, ഇതൊന്ന് നോക്കിക്കോളൂ, ഇതെല്ലാം എനിക്ക് വേണ്ടതെന്ന് പറയും. വേറെ ഒന്നും പറയേണ്ട ആവശ്യം, ഒറ്റ കാര്യം, ചുമരിൽ ഇരിപ്പുണ്ട് കണ്ടോളൂ. എന്റെ മകനോട് വന്ന് ചോദിച്ചാൽ മോനെ നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ അവൻ പറയും, ദേ എന്റെ റൂമിലെ ചുമരിൽ ഇരിപ്പുണ്ട്, ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്, എല്ലാം അതിനകത്തുണ്ട്. എന്റെ വൈഫിനോട് ചോദിച്ചാൽ ഉറക്കത്ത് ഹലോ 1 മിനിറ്റ് എഴുതേക്ക്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവൾ പറയും, ദേ കിടക്കണോ ചുമരിൽ, ഇതാണ് എനിക്ക് ആവശ്യം. ഒറ്റ വാക്കിൽ എല്ലാം കഴിയും. ഉണ്ടോ നിങ്ങളിൽ ഈ സാധനം? എത്ര പേരിലുണ്ട് പറഞ്ഞു നോക്കിയേ. വേണ്ട, 2025 സാധനങ്ങൾ, ഇത് എന്റെ ലൈഫിലെ മൊത്തം ഉണ്ട്. അത് ഇടക്ക് മാറ്റും, പക്ഷെ ലൈഫിൽ മൊത്തം ഉണ്ട്. ഞാൻ ഓരോന്ന് നേടിക്കഴിയുമ്പോൾ അതിനെ മാറ്റി മറ്റൊരു സാധനം വെക്കും. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ 2 വർഷം മുമ്പ് സെറ്റ് ചെയ്ത സാധനമാണ്. 2 വർഷം മുമ്പ് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമെന്ന് ഞാൻ ഫോട്ടോ വെട്ടി ഒഴിച്ച് ഇട്ടിരിക്കുന്ന കോട്ടടക്കം അതിൽ ഫോട്ടോ അടക്കം വിറ്റിയാക്കുന്നത്. അല്ലാതെ ഞാനിവിടെ വന്നിട്ട് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ സംസാരിക്കാനായിട്ട്. 2-3 വർഷം ഞാൻ വെട്ടി വെച്ചതാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേദങ്ങൾ പഠിക്കാൻ തുടങ്ങി, വേദങ്ങളെല്ലാം വേദത്തിന്റെ ഒരു മൂല ഇങ്ങനെ സൈഡ് പോവാൻ തുടങ്ങിയത്, ആത്മീയതയുടെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചത്, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയൊക്കെ ഞാൻ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഫോട്ടോ. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നിലത്തിരിക്കാൻ പറ്റില്ല, ചമ്മരം പടഞ്ഞ് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോ ഇരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ ചെയറിലിരിക്കുമ്പോൾ കാല് മടക്കിയിട്ട് ചമ്മരം പടഞ്ഞായിരിക്കും. ഒരു ലേശം പോലും കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് കൂടെ ഒക്കെ കൂടും, ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കില്ല, അവിടെ നിന്ന് സ്കിപ്പായി പോടും. കാരണം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഹൈറ്റ് കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത്,
ഈ സാധനത്തിന്റെ പവർ ചെറുതാന്ന് നിങ്ങൾ ആരും കരുതരുത്. ഇറ്റ്സ് നോട്ട് എ വെരി സ്മോൾ, ഇറ്റ്സ് റിയൽ 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 ഫിലിം, നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ്. ഇതിന് പറയുന്ന പേരാണ് വിഷൻ ബോർഡ്. ഇത് ഉള്ളവരെല്ലാവരും അത് നേടിയിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. 99% ആൾക്കാർ അത് സെറ്റ് ചെയ്തവരെല്ലാം അത് നേടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വേണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങൾ മറന്നു. ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതിന്റെ പ്രധാനമായ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് അതായി തീർന്നാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇന്ന് ഞാൻ ഒരാൾ എഴുതിയത് കണ്ടു, എനിക്കത് ലഭിക്കണമേ ലഭിക്കണമേ എന്ന് പറയുന്നു. എന്തായിരിക്കും ലഭിക്കണമേ ലഭിക്കണമേ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് പറയുന്നത്? ഗണപതി കല്യാണത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കേരള ലോട്ടറിയുടെ അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരേ അനൗൺസ്മെന്റ് 19-20 വർഷമായിട്ടൊക്കെ നാളെയാണ് 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 അല്ലേ? ഗണപതി കല്യാണത്തിന്റെ കഥ പറയാനുണ്ട്, നാളെയാണ് കല്യാണം. ലഭിക്കണമേ ലഭിക്കണമേ ലഭിക്കണമേ, ഇന്നും പറയുന്നു ലഭിക്കണമേ, നാളെയും പറയുന്നു ലഭിക്കണമേ, മറ്റന്നാളും പറയുന്നു ലഭിക്കണമേ എന്ന്. എപ്പോഴെങ്കിലും ഇത് പറയുക, ഇത് മാത്രമല്ലേ സംഭവിക്കുള്ളൂ? ലഭിക്കണമേ എന്ന് തന്നെയല്ലേ സബ് കോൺഷ്യസ് മൈൻഡ് പറയുള്ളൂ. ലഭിച്ചു എന്ന് പറയുമോ? ലഭിച്ചു എന്ന് ഫീൽ ചെയ്യാത്തടത്തോളം വരെ നമ്മൾ അതായി തീരുമോ? വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നു, എല്ലാം തുല്യമായ വൈബ്രേഷൻ പരസ്പരം ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ലഭിക്കണമേ എന്നതിന്റെ ഫ്രീക്വൻസിയും ലഭിച്ചു എന്നതിന്റെ ഫ്രീക്വൻസിയും മാച്ച് ആകുമോ? അറിയുന്നവർ പറഞ്ഞു, മാച്ച് ആകുമോ മാച്ച് ആകില്ലേ? യെസ് ഓർ നോ? ലഭിക്കണമേ എന്ന് പറയുന്ന ഫ്രീക്വൻസിയും ലഭിച്ചു എന്ന ഫ്രീക്വൻസിയും മാച്ച് ആകുമോ? മാച്ച് ആവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് വരും ഇവിടേക്ക്? ഒരിക്കലും വരില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഫെയിൽ ആവാനുള്ള 99% ആൾക്കാർക്കും ഫെയിൽ ആവാനുള്ള പ്രധാന കാരണം, അഫ്രിമേഷൻ എഴുതുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു, എല്ലാം എഴുതുന്നത് ആ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ടല്ല, അതിന്റെ താഴെയുള്ള ഫ്രീക്വൻസിയിൽ നിന്നാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഞാൻ അഫ്രിമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്റെ പരിപാടി എങ്ങനെയാണെന്നറിയോ? ഞാൻ അതായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അതുപോലെ ഇരുന്ന് സംസാരിക്കും, അതായിരിക്കാൻ സംസാരിക്കും. ഒരാളോട് പോയി സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി എന്തായിരിക്കണം? ഞാനൊരു സെയിൽസ് ഓർഡറിന് വേണ്ടി പോകുമ്പോൾ അത് കിട്ടിയാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതെന്നാണ് ഞാൻ സംസാരിക്കുക. നിങ്ങൾ ഓർഡർ തരൂ എന്നല്ല ഞാൻ സംസാരിക്കുക. നിങ്ങൾ ആ ഓർഡർ തന്നാൽ തന്നെ സംസാരമില്ല. നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, എത്തിച്ചു തരാൻ പറ്റുന്നത്, എത്ര സമയത്ത് നിങ്ങൾക്ക് എത്തും, ആ സംസാരം ചോദിക്കുക. ഒരാൾ ഒരു GM എന്നോട് ചോദിച്ചു, ഇതിന് എന്നോട് പറഞ്ഞു, ഒരു പോർച്ചുഗീസുകാരനാണ്. അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഓർഡർ തന്നിട്ടില്ല, ഓർഡർ തരാനുള്ള കാര്യവും നടന്നില്ല. പക്ഷെ നീ പറയുന്നത് ഇത് എപ്പോൾ ഞാൻ സൈറ്റിൽ കൊണ്ടുതരും, എപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് നീ സംസാരിക്കുന്നത്? നിനക്ക് ഞാൻ ഓർഡർ ചെയ്ത് തന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഓർഡർ തരും, ഞാനത് കൊണ്ടുപോകും, സ്വാഭാവികമല്ലേ. പിന്നെ എനിക്കിത് സംസാരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എനിക്ക് സാധനം കൊണ്ടുതരണേ, അപ്പൊ അതിന് മുമ്പേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു, അത് ശരിയാണല്ലോ, പിന്നെ പറയാൻ പറ്റില്ല, ഓർഡർ തന്നേ പിന്നെ ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റും, മുമ്പല്ലേ പറയാൻ പറ്റും. നമ്മളെപ്പോഴും അതായി തീരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. ഇതിനാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട് ഇപ്പോൾ വിഷൻ ബോർഡിനെ പറ്റി പറയുന്നു വെച്ചാൽ, പുതിയ വർഷമാണ്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധനം കയ്യിലുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, 1-ാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ 31-ാം തീയതി നമ്മൾ തീരുമാനിക്കും. പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത്, 39-ാം തീയതി അടിച്ച് പൊളിച്ച് നാലെണ്ണൊക്കെ അടിച്ച് ഊസായി നിന്നിട്ട് വേണം 1-ാം തീയതി വേണം തുടങ്ങാനായിട്ട്. എല്ലാം പുതിയതായിട്ട് തുടങ്ങും. ഇതുവരെയുള്ള ഞാൻ എല്ലാം മാറി കേട്ടോ. ഇന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ വിളിച്ചു പറഞ്ഞു, ഇല്ല എല്ലാം മാറി കേട്ടോ മക്കളെ, വരും എന്ത്, ഞാൻ ഇന്നൊരു പേരിൽ അമ്മയും അച്ഛനൊന്നും അല്ല കേട്ടോ, ഞങ്ങളെല്ലാം മാറി, നാളെ മുതൽ പുതിയ ആളാണ്. രാവിലെ 1-ാം തീയതി രാവിലെ തന്നെ എഴുന്നേക്ക് തന്നെ വൈകിട്ട്, പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ കിച്ചണിൽ പോയി 2 അടി അങ്ങോട്ട് 2 അടി ഇങ്ങോട്ട്, അന്നത്തെ ദിവസം കംപ്ലീറ്റ് കൊളാപ്സ്. പറയും നാളെ മുതൽ മാറാൻ ചോദിക്കുക, ഇന്നൊരു എക്സ്ക്യൂസ് ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മളെല്ലാം സ്ഥിരമായി ചെയ്തിരിക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യണം.
നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് സെറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചേക്കരുത്. നാളെ രാവിലെ എടുത്ത് കുറെ ഫോട്ടോ എടുത്തു വന്നിട്ട് ഇങ്ങനെ വെച്ചാൽ പോരെ. എന്നോട് ഒരാൾ പറഞ്ഞു വിഷൻ ബോർഡ് പഠിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ എന്താ ഈ പറയുന്നത്, കുറെ ലെട്ട് നടന്ന് എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെന്നിട്ട് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയില്ലേ. ഒരാളെ കൊണ്ടും പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം എന്നുള്ള ബോധം ആദ്യം ഉണ്ടാവണം. എന്താണ് വേണ്ടത്? അപ്പൊ പറയും എനിക്ക് രാജാവാവണം. ഓക്കെ, രാജാവാൻ പറ്റും, ശരിയാണ്. വിഷൻ ബോർഡ് ഭരിക്കാൻ അറിയാമോ? അതറിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ദിവസത്തെ രാജാവോ പിറ്റേ ദിവസം ജനങ്ങൾ പിടിച്ചിട്ട് രാജാവിന് പറഞ്ഞുകൊണ്ട് പിന്നെ രാജാവായോ? ഇല്ലല്ലോ. കോടീശ്വരനാവണം. ശരി, കോടീശ്വരനാവും. ഒരു ലോട്ടറി അടിക്കും, കോടീശ്വരനാവാം പറ്റും. പക്ഷെ കോടീശ്വരൻ ആ ഒരു ദിവസത്തേക്ക് ആയാൽ മതിയോ? പിറ്റേ ദിവസം കോടീശ്വരൻ ഇല്ലല്ലോ, അവന്റെ കോടി ചെലവാക്കി പോയില്ലേ. അതാവാൻ പറ്റണം അല്ലേ? അപ്പോ അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നമുക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് 1 കോടി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ 1 കോടിക്ക് 1 കോടി ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അത് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമല്ല. ഞാൻ പറയാം, ഓക്കെ, ബെൻസ് കാറ് മേടിക്കണം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു, ബെൻസ് ഒക്കെ അവിടെ എടുത്തു വെച്ചു. ബെൻസ് നാളെ ചിലപ്പോ ഒരു ലോട്ടറി ആയിട്ട് അടിച്ചെന്ന് വരും. മതിയോ? ബെൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു വർഷം AMC അല്ലെങ്കിൽ ബെൻസിന്റെ മെയിൻ്റെനൻസ് ചാർജ് എത്ര ഒരു മാസം എന്നറിയോ? അതിന് വരുമാനമുണ്ടോ? ബെൻസ് മേടിക്കാം, 45, 50, 60 ലക്ഷം, 80 ലക്ഷം കൊടുത്ത് ബെൻസ് വാങ്ങിക്കാം. ഒരു മാസം മിനിമം 10 മുതൽ 15,000 രൂപ വരെ മിനിമം അതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ട്. പെട്രോളിന്റെ അല്ല, അതിന്റെ ബാക്കിയുള്ള പാർട്സിന്റെ. ഒരു സെൻസർ അങ്ങ് പോയി കഴിഞ്ഞാൽ മാറിക്കിട്ടും 6-7 ലക്ഷം രൂപ. ഉണ്ടോ? ബെൻസ് എഴുതി വെക്കാം, എനിക്ക് ബെൻസ് വാങ്ങിക്കണം. ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാർ പറയും ഇതോ സെറ്റ് ചെയ്യോ, ബെൻസ് സെറ്റ് ചെയ്യോ, അത് സെറ്റ് ചെയ്യുമെന്ന് പറയും. അടിപൊളി ജാക്ക ഓ കമോൺ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യും. മോട്ടിവേഷനില് വർക്കാവില്ല, ഓടും. നമ്മൾ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യണം നമ്മൾ എപ്പോഴും കാര്യങ്ങളെ. അപ്പോൾ എനിക്ക് ജോലിക്കയറ്റം വേണമെന്ന് ആൾക്കാർ പലരും ചിന്തിക്കും. ജോലിക്കയറ്റം വേണം, എനിക്ക് മാനേജർ ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ക്വാളിഫിക്കേഷൻ ഒറ്റ സ്റ്റെപ്പ് കൂട്ടാൻ തയ്യാറല്ല. നിലവിലുള്ള ജോലിയിൽ നിന്ന് ഒരു പടി കൂടുതൽ ചെയ്യാനോ ഒരു കാര്യം ചെയ്യാനോ ഞാൻ 6 മണിക്കൂർ 7 മണിക്കൂറേ ജോലി ചെയ്യുള്ളൂ. ജോലിക്കയറ്റം കിട്ടുമോ? ഇനി കിട്ടിയാൽ നിൽക്കുമോ? ഇല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ആ വൈബ്രേഷനിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ നമുക്ക് മുൻകൂട്ടിയായി നമ്മുടെ പുസ്തകത്താളുകളിൽ നമ്മൾ എഴുതി വെക്കണം. ഇറ്റ്സ് കോൾഡ് ആസ് ഗോൾ സെറ്റിംഗ്സ്. പുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ എഴുതാൻ നമുക്ക് പറ്റണം. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പുസ്തകം ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ പുസ്തകം, ഇത്രയും 10-15 കാര്യത്തിൽ എഴുതണ്ടോ എന്ന് പറഞ്ഞു. ആദ്യം കോഴ്സിന് പോയപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, നിന്റെ കാര്യങ്ങളെ 10ആയി തീർത്തിരിക്കുക, 10 ഭാഗങ്ങളായി വേർതിരിക്കുക. എന്നിട്ട് ഒരു പേജിൽ മിനിമം ഓരോന്നും 5 പേജ് വിടുക. എന്നിട്ട് 5 പേജിൽ നിനക്ക് എത്ര എഴുതാൻ പറ്റും നോക്കുക. ഇരുന്ന് എഴുതി നോക്കിയപ്പോഴാണ് മനസ്സിലായത് 5 പേജ് തികയില്ല നമ്മുടെ ജീവിതത്തെ പറ്റി എഴുതാൻ. ജീവിതത്തിൽ ഒരു കാര്യത്തെ പറ്റി എഴുതാൻ. ജോലിയിൽ ശമ്പളം കൂട്ടിക്കണം, എനിക്ക് ആഗ്രഹമായിരുന്നു എന്റെ വരുമാനം കൂട്ടണമെന്ന്. വരുമാനം കൂട്ടണമെന്ന് എഴുതി. എത്രന്ന് ചോദിച്ചപ്പോ ആദ്യം എഴുതി നിലവിലുള്ളതിന് ഇച്ചിരി കൂടുതൽ. അതിനപ്പുറത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിന് അക്സെപ്റ്റൻസ് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ 50,000 രൂപ ശമ്പളം കിട്ടുന്നയാൾ നാളെ 2025 മുതൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെന്നാണ് നിങ്ങളുടെ മനസ്സവിടെ കിടന്ന് പിറക്കും, വൈബ്രേറ്റ് ചെയ്യും. പതുക്കെ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ശമ്പളം ഇതൊക്കെ ഉണ്ട്. കുടുംബജീവിതത്തെ പറ്റി എത്ര പേര് ആലോചിക്കുന്നുണ്ട്? സ്വസ്ഥതയില്ലാത്തൊരു കുടുംബജീവിതത്തിൽ സാധ്യമാകുമോ? നിങ്ങൾക്ക് കാശ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഫാമിലി ടൈം നന്നായിട്ട് ചിലവാക്കാത്ത ഒരാൾക്ക് എന്ത് നേടിയിട്ടും കാര്യമുണ്ടോ? ശ്രദ്ധിക്കണ്ടേ? അതിനു വേണ്ടി സമയം ഉണ്ടാക്കണ്ടേ? ഫാമിലി ലൈഫ് കൂടെ ഉണ്ടാക്കണ്ടേ? വേണം. ഇല്ലാതെ ഫാമിലി, ഞാനിപ്പോ ഇതിനകത്ത് കാണിക്കും എന്റെ വിഷൻ ബോർഡ് നിൽക്കുമ്പോൾ ഞങ്ങൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരുടെ യാത്രയും ഞങ്ങളുടെ ഇതൊക്കെ അതിനകത്ത് സെറ്റാണ്. അപ്പോൾ മാത്രമേ കൃത്യമായ ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എന്ത് വേണം എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലായി തീരണം. നമുക്ക് അതായി തീരാൻ സാധിക്കണം.
ഇതിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? ഇങ്ങനൊരു സാധനം വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഇങ്ങനെ സാധനം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം പേരൊന്ന് ടൈപ്പ് ചെയ്തോ നോക്കട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത്രയും പറഞ്ഞില്ല? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ പോയാൽ മതി ഉണ്ടെങ്കിൽ വേണ്ട. ഒരെണ്ണം നമ്മൾ അവിടെ സെറ്റ് ചെയ്താൽ കാണുമ്പോൾ നീ ആരാന്ന് ചോദിച്ചാൽ വോട്ടിട്ട് നിൽക്കുന്ന ഒരാളെ കാണണമെങ്കിൽ നമുക്ക് കാണണം, അല്ലേ? നമ്മൾ മുൻകൂട്ടി കാണണം. നമ്മളെപ്പോഴും സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, നമ്മളൊക്കെ മോട്ടിവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ടേക്ക് 100% ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. അതാണ് നമ്മളുടെ ക്യാപ്ഷൻ. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുന്ന കാര്യം. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ. നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി മറ്റൊരാൾക്കും എടുക്കാൻ പറ്റില്ല, ഒരാളെ കൊണ്ടും പറ്റില്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾക്കും പ്രാർത്ഥിക്കാനും പറ്റില്ല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ പ്രാർത്ഥിക്കാൻ പോലും പറ്റുള്ളൂ. മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നത് അവരുടെ വൈബ്രേഷനാണ്, നമ്മുടെ വൈബ്രേഷൻ അല്ല. പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ വൈബ്രേഷനുകൾ തമ്മിൽ മാച്ച് ആവണം. You must take the responsibility and you must take the personal responsibility for yourself for developing your circumstances. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, നമുക്ക് നമ്മുടെ സീസണെ, നമ്മുടെ കാലാവസ്ഥയെ മാറ്റാൻ സാധിക്കില്ല, നമുക്ക് നമ്മുടെ പരിതസ്ഥിതിയെ മാറ്റാൻ സാധിക്കില്ല, നമുക്ക് നമ്മുടെ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വായുവിനെയോ സൂര്യനെയോ ചന്ദ്രനെയോ ദിനത്തിനെയോ രാത്രിയെയോ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്കൊന്ന് സാധിക്കും, ഇരുട്ടുള്ളിടത്ത് സ്വയം ഒരു സ്വിച്ച് ഇട്ട് ബൾബ് കത്തിക്കാൻ നമുക്കറിയാം പറ്റും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവനവന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ ഇത്രയും ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനിപ്പോ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ഒരു 3 അഫർമേഷൻസ് കൂടി തരാം പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ക്ലാസ് ക്ലോസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു ഇത് പറഞ്ഞു, ഞാൻ മാറി വന്ന വഴി, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും എനിക്കാവാനുള്ള എന്റെ ലക്ഷ്യത്തിന്റെ 1% ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി, പൂർണ്ണമായ എന്റെ പ്രചോദനം എന്ന് പറയുന്നത് ഓരോ ദിവസവും രാവിലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ് എക്സസൈസും കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ വന്ന് വിളിക്കൂ, കുറച്ചു നേരം കിടന്നുറങ്ങാം എന്നിങ്ങനെ വിചാരിക്കും. ഞാനും വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ അവിടെ കാണാൻ സാധനം, ആഹാ ഉറങ്ങിയാൽ എത്തൂലട്ടോ, ഉറങ്ങിയാൽ 1 മില്യൺ സബ്സ്ക്രിപ്ഷൻ എത്തില്ല. യു ഷുഡ് ആക്ട്. ഓഫീസിൽ നിന്ന് വരുമ്പോ നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ജോലി എടുത്ത് വരുമ്പോ വീട്ടിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചിട്ട് കുറച്ച് കിടന്നുറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, കാലം ഉണ്ടായിരുന്നു. അപ്പോഴും മുകളിലോട്ട് നോക്കും, മോനെ ദിനേശ നടക്കൂലട്ടോ എന്നത് പറയും. ഇത് നമുക്ക് സ്വയം പ്രചോദനമാവാൻ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്തേ പറ്റും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പണ്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ ഒരാളുണ്ടായിരുന്നു, ഇതേ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 500 അല്ലെ, പുള്ളി പറഞ്ഞു ഒരു 5000 രൂപ നിനക്ക് തരാം, എന്റെ വിഷൻ ബോർഡ് ഒന്ന് സെറ്റ് ചെയ്ത് തന്നേ കേട്ടോ. പറ്റുമോ? പോസിബിൾ ആണോ? വർക്കാവോ? ഒരിക്കലും ആവില്ല അല്ലേ? അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല. പ്രചോദനം, ഈ മോട്ടിവേഷൻ ഒക്കെ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ദിനേശ് സാറോട് വന്നിട്ട് കമോൺ മോട്ടിവേഷൻ ഒക്കെ തന്നെ നിങ്ങളൊക്കെ ഇതാക്കും. ദിനേശ് സാർ നാളെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ കിടക്കും. എവിടെ? വീണ്ടും അടുക്കളയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റടുത്തുണ്ടാവും. ഇത്രയും ആൾക്കാർ ഇപ്പൊ ആദ്യമായി വന്നവർ പോയി അല്ലേ? സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. ഇത് നമ്മൾ സദാ പ്രചോദിപ്പിക്കണം. ഞാൻ ആദ്യം എഴുത്തുകാരനാവുന്നതിന് മുമ്പ് എഴുത്തുകാരൻ എഴുതി ചേർത്തപ്പോഴാണ് ചേട്ടാ ആ ബുക്ക് പബ്ലിഷ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോഴാണ് ഇരുന്ന് എഴുതിയത് ഒരാഴ്ച കൊണ്ട്.
അതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് അത് എഴുതാൻ പറ്റുമെങ്കിൽ 1 മാസം കൊണ്ട് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇത് പ്രചോദിപ്പിക്കും. എഴുതി കഴിഞ്ഞാൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്താൽ സംഭവിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് 2025 തുടങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി എന്തായി തീരണം എന്നുള്ള കൃത്യമായി എഴുതി തയ്യാറാക്കിയ പുസ്തകവുമായി പോവുക. പിന്നെ അതിലെ ഓരോ താളുകളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിന് സംഭവിച്ചു എന്ന് ആസ്വദിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ആകെ ഒരു 10 ദിവസം ഇരുന്ന് പണിയെടുത്താൽ പിന്നെ ലൈഫ് ലോങ്ങും ആ പണിയെടുത്തതിന്റെ താളുകൾ മറിക്കുകയായിരിക്കും. ഇത് സോഫ്റ്റ്വെയർ എഴുതുന്ന പോലെയാണ്. ആദ്യം കോഡിങ് ചെയ്തിടുക, പിന്നെ അത് റണ്ണായിക്കൊണ്ടേയിരിക്കും. ഇതിന് റെഡി ആയവർ മാത്രം, ഇങ്ങനെ ജീവിതത്തെ എനിക്ക് മാറ്റമുണ്ടാക്കണം, എനിക്ക് വേണം എന്നു തിരിയായവർക്ക് മാത്രമുള്ള ഒരു ക്ലാസ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. 10 ദിവസത്തെ ക്ലാസ് ആണ്. ഒരു 7 ദിവസം കൊണ്ട് തീർക്കും. 3 ദിവസം വീണ്ടും പ്രാക്ടീസും കൂടി. 10 ദിവസത്തെ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് ആ 10 ദിവസവും ഉണ്ടാവില്ല എന്നറിയിക്കുന്നു. കാരണം 2 ക്ലാസ് എടുക്കാൻ പറ്റില്ല. ആ 10 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടവർ എല്ലാവരും ജോയിൻ ചെയ്തോളുക. അഡ്മിൻ എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്മിൻ ഒരു ലിങ്ക് കൊടുത്തേക്ക്. വേണ്ടവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോട്ടെ. ഇപ്പൊ തന്നെ ലിങ്ക് കൊടുത്തേക്ക്. ഞാൻ ഇപ്പൊ തീരുമാനിച്ചാൽ, ഞാനിത് കുറേ ദിവസങ്ങളായി പറയുന്നുണ്ട്, വിഷൻ ബോർഡ് സെറ്റ് പ്രാക്ടീസ് ആക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷെ ഇതുവരെ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തന്നത് ഇതിന് സമയമായി, ഇനി വൈകാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇനി നമ്മൾ 2025 നമുക്ക് മിസ്സാവും. ഇതുവരെ സംഭവിച്ചതുപോലെ ആവരുത് 2025 എന്നുള്ളത് കൊണ്ട് 2025 നമുക്ക് തുടങ്ങാൻ അതിനു മുമ്പേ സെറ്റ് ചെയ്യണം. ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കുന്നവർ മാത്രമേ വരാവൂ. വെറുതെ വരരുത്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നിൽക്കാം. ഇതിന്റെ ഫീസ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, പബ്ലിക്കായി പറഞ്ഞേക്കാം. വേറൊന്നുമില്ല, വളരെ ലളിതമാണ്. 7 ദിവസത്തെയും 3 ദിവസത്തെ പ്രാക്ടീസും കൂടി 10 ദിവസത്തെ ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ആണ്, സൂം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ ഈ സൂം ക്ലാസ്സുകൾ നോർമലി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിന് വേറെ വല്ല സാധനം കൊടുക്കുക. 1 മണിക്കൂർ നേരത്തെ ലൈവ് ക്ലാസ് എല്ലാവരും ഇരിക്കും. ഞാൻ ഓരോന്നും പറഞ്ഞത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് അതിനനുസരിച്ച് നിങ്ങൾ എഴുതും. എന്നിട്ട് നിങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തെ ലാസ്റ്റ് നിമിഷത്തെ നിങ്ങൾ എല്ലാവരും യോജിപ്പിച്ച് ഫോട്ടോ നമ്മൾ കൊണ്ടുവന്ന് ഷെയർ ചെയ്തിട്ടാണ് പോവുക. 10 ദിവസം കൊണ്ട് തീർക്കാനുള്ള പരിപാടിയാണ്. ഇതിന്റെ കോഴ്സിന്റെ ഫീസ് എത്ര വേണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. എല്ലാം ഞാൻ എപ്പോഴും നിങ്ങൾക്കാണ് വിട്ടുതരുന്നത്. എന്റെ കോഴ്സിന്റെ ഫീസുകളൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല, അല്ലേ? നിങ്ങളാണ് തീരുമാനം. എത്ര രൂപ നിങ്ങളുടെ ഫീസ് വേണം? ഫീസ് ഇല്ലാതെ തരില്ലല്ലോ. ഫ്രീ വേണം. ഫ്രീ വേണമെന്ന് പറയുന്നവരുണ്ടോ? സാറ് ഫ്രീ തന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ടൈപ്പ് ചെയ്ത് ഫ്രീ വേണമെന്ന് പറയുന്നവർ? ജീവിതത്തെ നിർണയിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ? മാറ്റപ്പെടുന്നത്. 1, ചെറിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. 2, വലുതായിട്ടുള്ള മനസ്സ്. 3, ചെറുതായി കുറച്ച് സമയം കൂടി. 2 കാര്യം ചെറുതും 1 കാര്യം വലുതും വേണം. മനസ്സ് വലുതും കുറച്ച് കാശും അതിൽ കൂടുതൽ സമയം. ഇതുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഫ്രീ വേണം. താങ്ക് യു രമ, കമോൺ, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. ഫ്രീ വേണമെന്ന് പറഞ്ഞത്. ഓക്കെ രമ, വെരി ഗുഡ്. ഇല്ല, 555 രൂപക്കൊന്നും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സെറ്റ് ചെയ്യണം. അത്ര കുറഞ്ഞ ലൈഫൊന്നും അല്ല നിങ്ങളുടെ. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ കുറയും, അല്ലേ? സ്വന്തം ലൈഫിനെ സെറ്റ് ചെയ്യാൻ അത്രയും വേണോ? അത്രയും മതിയോ? പോരാ. ആൾക്കാരും എത്തുന്നില്ല. പണിയുണ്ട്, കുറേ ദിവസത്തെ പണിയുണ്ട്. 10 ദിവസം ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ കുറച്ച് പണിയൊന്നും അല്ല. നല്ല പണിയില്ലേ? നിങ്ങൾ പറഞ്ഞൊക്കെ അപ്പാട് ചെയ്യോ? ഞാൻ പറഞ്ഞതെല്ലാം അപ്പാട് ചെയ്തു വരുമോ? ഇല്ല. യെസ്, വരുന്നുണ്ട്. വരട്ടെ, കുറച്ചും കൂടി വരട്ടെ. പെട്ടെന്ന് പറയും. എല്ലാവരും വെറുതെ ഫ്രീ എന്തായാലും ഇല്ല കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഫ്രീ തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഫ്രീ ആക്കണ്ട. നിങ്ങൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഫ്രീ ആയ ജീവിതം ആവില്ല. വേറൊന്നും കൊണ്ടല്ല, ആവില്ല, ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? 10-ാം തീയതി തുടങ്ങും. 11-ാം തീയതി രാവിലെ തുടങ്ങും. 11-ാം തീയതി ആകുമ്പോഴേക്കും ഒരു 3 പുസ്തകവും മേടിച്ച് റെഡിയായിരുന്നോളാം. വൈകിട്ട് 10-ാം തീയതി നമുക്ക് 9-ാം തീയതി തിരിച്ചു വരും. 10-ാം തീയതിയോ 11-ാം തീയതി തുടങ്ങും. 10-ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി. മറ്റൊക്കെ ടെക്നിക്ക് ഇത് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ബാക്കി എല്ലാം സെറ്റ് ആവുള്ളൂ. ഇത് സെറ്റ് ആവാത്തടത്തോളം നിങ്ങൾക്ക് മറ്റൊന്നും സെറ്റ് ആവില്ല.
ഒരാൾക്കാർ പറഞ്ഞു എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്നും മിണ്ടാത്തതുകൊണ്ടാണ് 3333 വരെ എത്തി. വേണല്ലേ? ഞങ്ങളുടെ നിർബന്ധമായി പറയാം, ജേണി ടു ഹാപ്പിനെസ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ നിർബന്ധമായി ഇത് ചെയ്യണം. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് 100% ചെയ്തേ പറ്റും. അതിന് യാതൊരു തർക്കവും. അല്ലെങ്കിൽ അത് കോഴ്സ് ജോയിൻ ചെയ്തവർക്ക്. മറ്റുള്ളവരുടെ കാര്യമാണ്, പബ്ലിക്കിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഞാൻ അവിടെ ക്ലാസ്സിൽ പറയാം അതിന്റെ കാര്യങ്ങൾ. കോഴ്സിന്റെ ഫീസ് വന്ന് എത്ര പേർക്ക് പറഞ്ഞ എത്ര ഒരു ചാൻസ് കൂടി തരാം. കോഴ്സിന്റെ ഫീസ് 11-ാം തീയതി വേണ്ട. 11-ാം തീയതി വേണ്ടേ? അതെന്താ? 15-ന് മതിയോ? 15-ാം തീയതി നമുക്ക് മറ്റൊരു ക്ലാസ് തുടങ്ങുന്നുണ്ടല്ലോ. ലേണി ടു ഹാപ്പിനെസിന്റെ മിനി ക്ലാസ് 11-ാം തീയതിയാണ്. വാട്സപ്പിലാണത്. പക്ഷെ ഇത് രണ്ടും ചെയ്യാൻ എനിക്ക് സമയം വേണ്ടേ? കോഴ്സിന്റെ ഫീസ് വന്ന് നമുക്ക് മാജിക്കൽ നമ്പർ തന്നെ ഇടാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും നന്ദി. കോഴ്സിന്റെ ഫീസ് 2222 രൂപ. ഇത്രയും ഞാൻ വാങ്ങിക്കണം. അതിൽ കൂടുതൽ വാങ്ങിക്കുന്നത് ഏറ്റവും കുറഞ്ഞ. ഇന്ന് ഈ ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്ന ഈ ക്ലാസ് ഇപ്പോൾ മാർക്കറ്റിലെ വില 10,000 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന വിഷൻ ബോർഡ്. നിങ്ങൾക്ക് എവിടെയും ചെക്ക് ചെയ്യാം. നല്ലൊരു മെന്ററിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഫീസ് 10,000 രൂപയാണ്. ഞാൻ 18 ആൾക്കാരെ കേരളത്തിലെ ഫേമസ് ആയല്ല, മീഡിയം ലെവലില് ഉള്ള ആൾക്കാരെ 18 പേരെ കമ്പയർ ചെയ്തു. 18 ആൾക്കാർ വാങ്ങിക്കുന്ന പൈസ 10,000 രൂപയാണ്. വലിയ ആൾക്കാർ വാങ്ങിക്കുന്നത് 1,00,000 രൂപയാണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഫീസ്. ഞാൻ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്റെ ഏത് ലെവലിൽ നിന്നല്ല നിങ്ങളാ തീരുമാനിക്കേണ്ടത്, അല്ലേ? ഞാനല്ല. ഏത് കാറ്റഗറി എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ല മെന്ററിൽ നിന്ന് കിട്ടണമെങ്കിൽ ഈ 2000 ഞാൻ ഏറ്റവും കുറഞ്ഞതായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് 2222 രൂപ. ആവശ്യമുള്ളവർ ഇപ്പോഴയച്ച പൈസ ഈ ഇതിനല്ല കേട്ടോ. 1111 രൂപ അയച്ചതല്ല. മൈ ഫ്രണ്ട് ഈസ് ടേക്കിംഗ് 25,000. ഇപ്പൊ 1100 രൂപ അയച്ചത് നിങ്ങൾക്ക് ജേണി ടു ഹാപ്പിനെസിന്റെ കോഴ്സാണ്. മിക്സപ്പ് ആക്കരുത്. ഇന്ന് രാവിലെ ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ എന്താ പറയാ, ഞാൻ ഇത്ര അയച്ചിരുന്നു, അത് മറ്റേ കോഴ്സ് എനിക്ക് കിട്ടിയില്ല. കോഴ്സ് തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്ത കോഴ്സ് എങ്ങനെ തരാൻ പറ്റും എനിക്കിപ്പോ? തുടങ്ങാത്ത ക്ലാസ് ആണ്. 2222 രൂപ. വേണ്ടവർ ആ ഗ്രൂപ്പിന് ലിങ്ക് ഒന്നുകൂടി കൊടുത്ത് ആവശ്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ഉണ്ട്. കയറുന്നവർ ഇപ്പൊ തന്നെ കയറിക്കൊള്ളുക. എന്നിട്ട് പേയ്മെന്റ് അടച്ചോളുക. ഒരു കാര്യം പറയാം, അതിൽ സീറ്റ് വളരെ പരിമിതമാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇൻഡിവിജ്വൽ വിളിച്ചിട്ട് ചോദിച്ച് സംസാരിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എടുത്ത് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് ആയ ആൾക്കാരെ മാത്രമേ വെക്കുള്ളൂ. എത്ര എണ്ണമെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല. എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്, ഇത്ര ആളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ആൾക്കാരേ എടുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് എപ്പോൾ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണ്ടവർ മാത്രമേ വരാവൂ. വെറുതെ ഇരിക്കുന്നവർ വരരുത്. ദയവ് ചെയ്ത് വരരുത്. കാരണം എന്റെ സമയം കളയരുത്. കാശിനേക്കാളും മുന്നിൽ എനിക്ക് സമയമാണ് വലുത്. എന്റെ സമയം കളയരുത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എഴുതാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റും, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. ഇല്ലാത്തവർ വരരുത്. സാർ ഏത് ക്ലാസ് ആണ് സാർ? ഞാൻ എന്താ എനിക്ക് പറയുന്നത്? ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി ഏത് ക്ലാസ്സാണ് ഞാൻ പറയും? റെക്കോർഡിംഗ് നാളെ കണ്ടാൽ മതി കേട്ടോ. അപ്പൊ മനസ്സിലാവും കേട്ടോ. അലീസ് അന്ന് ലേറ്റ് ആയിട്ടേക്കാം. വേണ്ടവർ മാത്രം ജോയിൻ ചെയ്തോളാം, പേ ചെയ്തോളാം. ഇനി നമുക്ക് ഇന്ന് വന്നതിന് എന്തെങ്കിലുമൊക്കെ വേണ്ട. ഇന്നലത്തെ ഗുളികകൾ എല്ലാവരും കഴിച്ചോ? കോഴ്സിനെ പറ്റി മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന കോഴ്സിനെ പറ്റി അല്ല കേട്ടോ. ഇത് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വിഷൻ ബോർഡിനെ പറ്റിയും ഗോൾ സെറ്റിംഗ്സിനെ പറ്റിയിട്ടും ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 10-15 ദിവസം എടുക്കാതെ ഇതൊന്നും എവിടെയും എത്തൂല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു ക്ലാസ് എടുത്ത് തീർക്കാൻ പറ്റില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ നമുക്കൊരു ക്ലാസ്. അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമുക്ക് അത്രയും സമയം എടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ലിങ്ക് ഒന്നുകൂടി പോസ്റ്റ് ചെയ്തോളൂ അഡ്മിൻ. വേണ്ടവർ ഇപ്പൊ തന്നെ നിൽക്കാം. നിൽക്കാൻ ഞാൻ പറഞ്ഞു ലിമിറ്റഡ് ആയ സീറ്റ് മാത്രമേ ഉള്ളൂ. മറ്റത് 111 ആൾക്കാർ പറഞ്ഞു. അതിൽ 100 ആൾക്കാർക്ക് മാത്രമേ 1111 ഉള്ളൂ. പിന്നെ പൈസ കൂടുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ലിമിറ്റഡ് ആയ സീറ്റ് മാത്രമേ ഉള്ളൂ. കൂടുതൽ വന്നാൽ കൂട്ടാൻ പറ്റില്ല. ഇത്ര ആൾക്കാരായിരിക്കും കൂട്ടാൻ സാധിക്കില്ല നമുക്ക് കേട്ടോ. പ്രോബ്ലം എന്തൊക്കെയാണ് സുശീല പറയുന്നത്? എപ്പോഴാ വേണ്ട വെച്ചാൽ ചേർന്നോളുക. ഓക്കെ. ഇനി നമുക്ക്
ഒന്നുമില്ല കേട്ടോ, ക്ലൈമറ്റ് കൊണ്ടാണ് കേട്ടോ. ക്ലൈമറ്റ് ഇവിടെ തണുപ്പ് ചൂട് ഇതില്ലാത്തൊരവസ്ഥ ഗൾഫിലായതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഫം അത്ര ഉണ്ട് ഇറങ്ങാത്തത്. നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം ഉണ്ടാക്കണം എന്നുള്ളവർ മാത്രമേ വരാവൂ. വെറുതെ വരണ്ട എന്ന് വീണ്ടും പറയുന്നു. സമയം കളയണ്ട, നിങ്ങളുടേതും എന്റേതും. കാരണം അത്രയും പണിയുണ്ട് അവിടെ. ഞാൻ എല്ലാവരും വരണം എന്ന് പറയുന്ന പോലെ പറയുന്നില്ല. ഓക്കെ, നിങ്ങളാണ് തീരുമാനിക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് ജീവിതത്തിനെ മാറ്റപ്പെടുത്താനായിട്ട്, ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ നമ്മളിലേക്ക് എത്താനായിട്ടുള്ള ഒരു 3 അഫർമേഷൻസ് കൂടി പറഞ്ഞു പോകാം. ചെറിയ അഫർമേഷൻസ് അല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 3 അഫർമേഷൻസ് നിങ്ങൾക്ക് തന്നു പോകാം. അറിയാലോ അഫർമേഷന്റെ ഗുണം എന്താണെന്ന്. അഫർമേഷൻസ് കൊണ്ട് ജീവിതത്തെ, അഫർമേഷൻസ് കൊണ്ടുള്ള ഗുണത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ജീവിതത്തെ മാറ്റിമറിക്കാൻ, നമ്മുടെ സിസ്റ്റത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് അഫർമേഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഒരു 3 അഫർമേഷൻസിന്, 3 വേണ്ട, നിങ്ങൾക്കൊന്ന് ഒറ്റ അഫർമേഷൻസ് മതി. ഒരു അഫർമേഷനിൽ പിടിച്ചു നിന്നാൽ മതി, എല്ലാം അടിപൊളിയാക്കും. ജീവിതം അടിപൊളിയാക്കാമെന്ന് ഒറ്റ അഫർമേഷൻസ് മതി. അത് മാത്രം തരാം. 3 നിങ്ങൾക്കൊന്നും വേണ്ട. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ പഠിക്കുന്നത് മനസ്സിലെ മാറ്റങ്ങളാണ് നമ്മളെ ജീവിതത്തെ മാറ്റുക എന്നുള്ള അടിസ്ഥാന തത്വമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? മനസ്സിലെ മാറ്റങ്ങൾ, അതിലൂടെ മാത്രമാണ് നമുക്ക് പണം കൊയ്യാനും സമൃദ്ധി ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്നതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ മനസ്സിലെ ഊർജം, നമ്മളിലെ ഊർജം എപ്പോഴാണോ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്കത് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ ഊർജം ഉയർത്തുക എന്നതാണ് നമ്മൾ പ്രക്രിയ. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ അതായിത്തീരാൻ പ്രോഗ്രാം ചെയ്യണം. അല്ലാതെ ആവില്ല. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ നേരത്തെ ഒരാള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷത്തിൽ പൈസ കിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു വരുമ്പോ തന്നെ ആ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ ഊർജം മുഴുവൻ പോയി. കിട്ടിയതിനോ നന്ദിയില്ല, പക്ഷെ നന്ദിയൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ പറയുന്നത് മറ്റൊന്നായി പോകുന്നു. വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. വീണ്ടും അവിടെ വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവൃത്തിയാകുന്നു, പ്രവൃത്തി യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവിടെ പിടിക്കേണ്ട മൂക്കിനെ ഇങ്ങനെ പോയി പിടിച്ചാൽ മൂക്ക് പിടിച്ചു എന്നാവും, പക്ഷെ പിടുത്തത്തിന്റെ രീതി മാറിപ്പോകുന്ന പോലെ നമ്മൾ സംസാരിക്കേണ്ടതെന്നാൽ കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ അഫർമേഷൻ അവിടെയാണ് കൃത്യമായി വർക്ക് ചെയ്യുക. വെറുതെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് ഫീൽ ചെയ്യണം, അകത്തു നിന്ന് വരണം. അകത്തുനിന്ന് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ്, നമ്മുടെ അകത്തുനിന്ന് ഫീൽ വരാനുള്ള അഫർമേഷൻ ആണ് പറയുന്നത്. എഴുതി വെച്ചോളൂ. എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ വികാരം. നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇത് കേട്ടിട്ട് താഴെ എഴുതുക. അന്നേരം തന്നെ എഴുതണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫലിക്കുകയുള്ളൂ എന്നറിയുക. എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ വിചാരം എന്റെ യാഥാർത്ഥ്യത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ വിചാരം എന്റെ യാഥാർത്ഥ്യത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. നന്ദിയോടെ ഞാൻ അതിനെ പരിപോഷിപ്പിക്കുന്നു. ഇത് അർത്ഥം നിർത്തിക്കൊണ്ട് വേറെ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാട്ടോ. ലളിതമായ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനൊന്ന് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായി പറഞ്ഞതേ. ഒന്നുകൂടി പറയാം. എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ വിചാരം എന്റെ യാഥാർത്ഥ്യത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നു. നന്ദിയോടെ ഞാൻ അതിനെ പരിപോഷിപ്പിക്കുന്നു. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ, ഇവിടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാണ്. എന്റെ മനസ്സിൽ സമൃദ്ധിയാണ് ഉള്ളത് എന്ന് ഞാൻ യാഥാർത്ഥ്യത്വമായി കണക്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും യാതൊരു എസ്കേപ്പിസം ഇല്ല. മനസ്സിനോട് പറയാണ് നമ്മൾ സമൃദ്ധിയുടെ ആളാണ് എന്ന് പൂർണ്ണമായും വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ, നന്ദിയോട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പരിപോഷിക്കപ്പെടും അല്ലെ. അപ്പൊ നന്ദിയോടെ ഞാൻ ഇതിനെ പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, നിരന്തരം പറയുമ്പോൾ നമ്മൾ അതായി തീരുക തന്നെ ചെയ്യും. സബ് കോൺഷ്യസ്ലി അത് എടുക്കുന്നത് മുഴുവൻ സമൃദ്ധി മാത്രമായിരിക്കും, അതിന്റെ ഉയർത്തുന്ന കാര്യം മാത്രമായിരിക്കും മുഴുനീളം സംഭവിക്കുന്നത്. കൺഗ്രാജുലേഷൻ രാഖി അല്ലെ, രാഖി അല്ലെ, കൺഗ്രാജുലേഷൻ രാഖി. ഫസ്റ്റ് പേയ്മെന്റ് രാഖി ചെയ്തിരിക്കുന്നു വിഷൻ ബോർഡിൽ. അത്രയും ആത്മാർത്ഥമായി ചെയ്യാൻ, പേയ്മെന്റ് ആത്മാർത്ഥമായി ജീവിതത്തെ മാറ്റപ്പെടുത്തുന്ന ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് രാഖിക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചത്. വളരെ സന്തോഷം, ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഫസ്റ്റ് അതിൽ എൻറോൾ ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ ഉന്നതമായ മാറ്റം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി സർവേശ്വരൻ എല്ലായ്പ്പോഴും കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാവരും രാഖിക്ക് ഒരു ഇത് സന്തോഷം കൊടുത്തേ, നിങ്ങൾ അപ്രിസിയേഷൻ ഒന്ന് കൊടുത്തേ. ക്വിക്ക് ഡിസിഷൻ ഫോർ ഗുഡ് തിങ്സ്. അതുപോലെ എല്ലാവർക്കും ഇപ്പൊ തന്നെ വാങ്ങിക്കുക, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ളതാണ്. അത് മാത്രം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ളത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായി, നിങ്ങൾ പോയിട്ട് ചായ കുടിക്കുന്ന കാശ് പോലും ആവില്ല, ഇതിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ളതാണ്. അത് ശ്രദ്ധിച്ചോടെ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇത് യാഥാർത്ഥ്യമാക്കി മാറ്റുക. എന്റെ മനസ്സിലെ സമൃദ്ധിയുടെ വിചാരം എന്റെ യാഥാർത്ഥ്യത്തിലുടനീളം പ്രതിഫലിക്കുന്നു. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടുതരാം, എഴുതിയിരുന്നവർ ഇതിട്ടോളൂ, ഗ്രൂപ്പിലുണ്ടവർ ഗ്രൂപ്പിലിട്ടോളൂ കേട്ടോ. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കേട്ടോ. വളരെ 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 നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയുന്നു, കാശില്ലെങ്കിൽ നിങ്ങൾ കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് പഠിക്കാം. പക്ഷെ ഇതിനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ പറ്റൂ. കാരണം ഇവിടെ എനിക്ക് കോമൺ ആയിട്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ, എല്ലാവർക്കും വേണ്ടുന്നതിന് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ക്ലാസ് ആകുമ്പോൾ അത് മാത്രമായിട്ട് അവിടെ പഠിപ്പിക്കും. അപ്പോൾ 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. 10th സ്റ്റാർട്ട് ചെയ്ത്, 10th സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ലാസ്, 10th സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, 10th മുതൽ ഒരാഴ്ചയാണ്, 17th. നെക്സ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ 20th ഫിനിഷ് ആവും. 21st ശേഷം മാത്രമേ ക്രിസ്മസിന്റെ തിരക്കിൽ ആൾക്കാർ പോവുകയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 10th തുടങ്ങുന്നത് പറഞ്ഞു. 9th ഞാൻ തിരിച്ചു വരും, 9th തിരിച്ചു വരും. 10th നമ്മൾ വൈകിട്ട് തുടങ്ങും. ജോയിൻ വിഷൻ ബോർഡ് 2025. ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് സീറ്റ് കുറവാണ്, ഫുൾ പേയ്മെന്റ് അടക്കാനില്ലാത്തവർ ആദ്യം അഡ്വാൻസ് ചെയ്ത് അഡ്മിനോട് പറയുക, എനിക്ക് സീറ്റ് വേണമെന്ന് പറയുക. എന്നിട്ട് 10th മുമ്പേ പേയ്മെന്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ കഴിവതും മുമ്പ് പറ്റുക. കാരണം ആദ്യം നിങ്ങൾ എങ്ങനെ മാനസികാവസ്ഥ അതുമായിട്ട് എടുക്കുന്നു, അതനുസരിച്ചേക്ക് നിങ്ങളുടെ സെറ്റിങ്സ് കേട്ടോ. മനസ്സില്ലാ മനസ്സോടെ ആരും വന്ന് ചേരരുത്, യാതൊരു ഗുണവും കിട്ടില്ല. നിങ്ങൾക്ക് അതിനോട് ചെയ്യാനുള്ള ആർജവമുണ്ടോ, നമുക്ക് ഇതുണ്ടോ, കറേജ് ഉണ്ടോ എങ്കിൽ മാത്രമേ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇന്ന് അഫർമേഷൻ എഴുതിയല്ലോ, ഇന്നലത്തെ 3 ഗുളികകളുണ്ട്, അത് കഴിച്ചിട്ടുണ്ടല്ലോ, മാറ്റമുണ്ടല്ലോ. ഇന്ന് 7 days മിറാക്കിൾ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനില് ഒരു സാധനത്തെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, രാരീരം അല്ലെ, അത് വെച്ചോളൂ. ഇല്ലാത്തവർ അത് കിടക്കുമ്പോ അതിനോട് കുശലം പറയാം, എനിക്ക് നേടാറുണ്ട്, എനിക്ക് ലഭിക്കാറുണ്ടെന്നൊക്കെ പറയേണ്ട സാധനം തന്നിട്ടുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്യുക. സൂപ്പറായിട്ടല്ലേ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഒരു സാധനത്തെ പറ്റി കേട്ടിട്ടില്ലേ? അത് ഇവിടെ കുറച്ച് മാറ്റം വരുത്തി പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവർക്കും നാണം വരുമല്ലേ, പണ്ട് എത്ര ഇത് പറഞ്ഞതാ ഭർത്താവിനോടല്ലേ, അല്ലെങ്കിൽ ഭാര്യയുടെ എത്ര ഇത് കേട്ടതാന്ന് പറയുന്നവരുണ്ടാവും. അതിന് തന്നെ മാറ്റും. അതേ സാധനത്തെ നല്ലതിന് ഉപയോഗിക്കാം, മോശത്തിന് ഉപയോഗിക്കാം. നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ നാണം കുണിപ്പിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് എപ്പോഴും യാഥാർത്ഥ്യവുമായി കണക്ട് ചെയ്തെന്ന് വേണം ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ശൂന്യതയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമേ ഈ ലോകത്തില്ല. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്ന പരിപാടി ദിനേശ് മുഖത്തിനും ഇല്ല. താഴെ നിങ്ങൾ പറയും, ഇത് എവിടുന്ന ഈ കാശ് ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിച്ച് നാളെ യൂട്യൂബിൽ താഴെ കമന്റ് കാണാറുണ്ട്. ഒന്നുമില്ല, ഒരു ശൂന്യത ഒന്നുമല്ല. അവരവർ വർക്ക് ചെയ്യുന്നു, അവരവർ കാശ് ഉണ്ടാക്കുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു എന്താ പറയാ, അത് ലഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. അല്ലാതെ ശൂന്യതയിൽ നിന്ന് വരുന്നൊന്നുമല്ല. ലോട്ടറി അടിച്ചല്ലേ, ഇന്ന് ലോട്ടറി അടിച്ച കണ്ടല്ലേ അല്ലേ? ഇന്നത്തെ ലോട്ടറി ആയിരിക്കും അടിച്ചത്, ഇക്കാണ്, ദിനേശനാണ് ലോട്ടറി അടിച്ചത്. കണ്ടായിരുന്നോ നിങ്ങള്? പേപ്പർ കട്ടിങ് കണ്ടായിരുന്നോ? ആറ്റിങ്ങലുകാരൻ അല്ലേ?
ആറ്റിങ്ങൽകാരൻ ദിനേശനാണ് ഇന്നത്തെ വലിയ ലോട്ടറി അടിച്ചത് കേരളത്തിൽ, അല്ലേ? ചെറിയ മാറ്റം വന്നുപോയി. ഞാൻ ദുബൈയിലായതുകൊണ്ടാണ് എനിക്ക് അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ നാട്ടിലാണ് എനിക്ക് അടിച്ചത്. അതുകൊണ്ട് ദൈവം സെലക്ട് ചെയ്തത് ദിനേശനാണ്, എന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തില്ല, അതുകൊണ്ട് എടുത്ത ആൾക്ക് പോയി. പുള്ളി വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്, ദൈവം വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്, പക്ഷെ ഞാൻ എടുത്തില്ല, അപ്പൊ പുള്ളി പോയി. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഞാൻ തന്നെയാണ് ലൈഫിൽ ഉണ്ടാവുന്നത്, ഇത്രയേ ഉള്ളൂ. നമുക്കുള്ളതൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതുകൊണ്ട്. ഞാൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അടിച്ചു തരുമല്ലോ, ഞാൻ എടുത്തില്ല. ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എടുക്കാത്ത ഞാനല്ലേ. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ അഡ്മിനും അടിച്ചു ഇന്ന് ലോട്ടറി. ഇന്നലെ ലോട്ടറി ഒക്കെ അടിച്ചു, കൂടെ നിന്നപ്പോ എല്ലാം കണ്ട. ഇവിടെ ഇപ്പൊ ഗ്രൂപ്പിൽ കുറെ ആൾക്ക് അടിച്ചിട്ടുണ്ടല്ലോ അല്ലെ, കുറെ ആൾക്ക് അടിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും കൂടുതൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ മാറ്റപ്പെടുത്താൻ തയ്യാറായിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് കൂടെ അവസാനിപ്പിക്കാം. നമുക്ക് കൂടുതൽ ഈ ഞാൻ പറഞ്ഞ അഫർമേഷൻസ് വളരെ പവർഫുൾ ആണ്, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലാസ്സിന്റെ ഇടയിലേക്കായിരിക്കും തരിക. കാരണം വെച്ചല്ലോ, അല്ലെങ്കിൽ ആ പാട്ട് മാത്രം കേൾക്കാനായിട്ട് ആരും വരുന്നുണ്ട്, അത് വേണ്ടെന്ന് എഴുതിയിട്ട. നമുക്കെല്ലാം ഫുള്ള് കേൾക്കണ്ടേ? ഓക്കെ, സന്തോഷത്തോടു കൂടി ഇവിടെ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ചോദിക്കാണ്ട് ചോദിച്ചോളൂ കേട്ടോ. Thank you, sir. Thank you. Bindu Thank you, sir. made money now. So congratulations, Thank Bindu. you, sir. Congratulations, appreciated. Thank you, sir. Very good. Thank you, sir. സാറേ, ലോ ഓഫ് അട്രാക്ഷന്റെ ലിസ്റ്റ് മാത്രം. Thank you, sir. താങ്ക് യു സർ. Thank you, sir. Thank you, sir. ലോ അട്രാക്ഷന്റെ ലിസ്റ്റ് മാത്രമേ കിട്ടിയുള്ളൂ, വേറൊന്നും കിട്ടിയില്ലല്ലോ. വേറെ എന്തെങ്കിലും കിട്ടുന്നോ സാറ്? എന്താണ് സുധാകുമാരി അമ്മ പറയുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ എന്ത് കിട്ടിയില്ലെന്നാ? ആ ലിസ്റ്റ് ഒരു മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ ഗ്രൂപ്പിൽ നിങ്ങളില്ലേ? ഉണ്ട്, അതിൽ ആ ലിസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ സാർ. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കണ്ടില്ല, അതാ ചോദിച്ചത്. ലോ ഓഫ് അട്രാക്ഷൻ ഇന്നത്തെ ഓഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ ഇട്ടില്ലേ? അത് എന്റെ ഫോണിൽ വന്നിട്ടില്ല, അതാ അതിനിപ്പോ എനിക്ക് ആ ഫോണിലേക്ക് വരാൻ പറ്റുമോ? സാർ ഒന്നുകൂടി ഇട്ട് തരുമോ? ഒന്നുകൂടി ഇടുന്ന ആ ഫോണിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കാത്തോണ്ടാ. ബാക്കിയെല്ലാം കിട്ടില്ലേ? കിട്ടിയില്ല, അതാ ഉണ്ടാവും. എനിക്ക് കിട്ടിയില്ലല്ലോ സാറേ. ഓ, അത് ശരി. നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങൾ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങൾക്ക് താങ്ക് യു സാറേ, നന്നായിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് മൗഹപ്പൂവിന്റെ മണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഗന്ധം എനിക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ? മൗഹപ്പൂത്താലുള്ള മണമാണ് ഇന്നത്തെ ക്ലാസ്സിന് തോന്നിയത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ, അല്ല, പലപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഷെണായി കേൾക്കാനായിട്ട് കയറി ചെല്ലുമ്പോ അവിടെ നീട്ടി പാടുന്ന ചില പാട്ടുകളുണ്ട്, മൗഹയുടെ കഥ പറയുന്ന കഥ. അപ്പൊ ഞാൻ ഇന്ന് ഇത് കേട്ടോണ്ടിരുന്നത് മുഴുവൻ നിശബ്ദമായിട്ട്. എന്തൊക്കെയോ സാറ് പറഞ്ഞു ക്ലാസ്സിലൊക്കെ നാളെ അറ്റൻഡ് ചെയ്യാം. എന്നിരുന്നാലും അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലാസ്സിന്റെ പേയ്മെന്റിലേക്ക് പോകാൻ പോലും തോന്നിയില്ല. അത്രമാത്രം സൗഗന്ധമായിരുന്നു, അല്ലെ സുഗന്ധമായിരുന്നു. മൗഹയ്ക്ക് എത്രമാത്രം മണമുണ്ടോ, എത്രമാത്രം എന്താ പറയാ, ഈ നമ്മൾ പറയത്തില്ലേ, ഈ ഒറ്റയ്ക്കിരിക്കുമ്പോ ഏകാന്തതയ്ക്ക് വല്ലാത്തൊരു സുഖം ഉണ്ടെന്ന്. അതായിരുന്നു ഇന്നത്തെ സാറിന്റെ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ നോക്കി കണ്ടില്ല, അപ്പോഴേ നിങ്ങൾ എനിക്കത് അല്ല, എനിക്ക് കസ്റ്റമർ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് എനിക്ക് സ്റ്റാഫിനെ കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ബിക്കോസ് ഞാൻ വെറുതെ ഇരുന്നപ്പോഴേ മിനിയാന്ന്, ദാറ്റ് മീൻസ് December 1 രാവിലെ സാറിന്റെ ക്ലാസ്സിനെ മാനിഫെസ്റ്റ് ചെയ്ത് 4:30 എണീക്കുന്ന മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ, ബട്ട് ഐ ഫീൽ യു. അന്നേരം ഞാൻ സാറിനോട് തന്നെ ചോദിച്ചു, എനിക്കൊരു ബ്യൂട്ടി പാർലറിന്റെ പ്ലേസ് എന്റെ ഷോപ്പിന്റെ തൊട്ട് ബാക്കിൽ, ഞാൻ അതിലേക്ക് പോകുന്ന ആളായിരുന്നില്ല, ബട്ട് എവറിത്തിങ് ഈസ് സെറ്റിംഗ് ദെയർ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര റെന്റിന് തരുമെന്ന്. അപ്പം ഞാൻ സാറിനോട് തന്നെ ചോദിക്കുമ്പോ സാറ് പറഞ്ഞു എന്നോട് ഒരു 100 റിയാല് 150 ഇടയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവരോട് വെറുതെ 120 ചോദിച്ചു. ഫൈനലി ആ 120 ചോദിച്ച കാരണം അവരെന്നോട് പറഞ്ഞു ഒരു 10 റിയാൽ കൂടെ കൂട്ടി തരുമോന്ന് ചോദിച്ചു. ബട്ട് ഐ എം എഗ്രി. 130 വലിയ ഒരു പ്ലേസ് കിട്ടി റെന്റ്. അവിടെ 600 റിയാലിന് കൊടുത്തിരുന്ന ഒരു പ്ലേസ് ആയിരുന്നത്. താങ്ക്സ്. മുമ്പേ പറഞ്ഞതുപോലെ എന്റെ മനസ്സിന്റെ സമൃദ്ധി, ആ വികാരങ്ങളെയൊക്കെയും യാഥാർത്ഥ്യത്തിന്റെ ഉടനീളത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് നന്ദിയോടെ ഞാൻ അതിനെ എടുക്കാൻ പോയത്. ബട്ട് ഗ്രേറ്റ്,
ബട്ട് ദൈവം എല്ലാ തരത്തിലും മൗഹപ്പൂക്കളെ അങ്ങനെ കുഴിച്ചിട്ട് തന്നവിടെ. താങ്ക് യു, Thank you. താങ്ക് യു, താങ്ക് തഥാസ്തു യു, തഥാസ്തു തഥാസ്തു തഥാസ്തു. താങ്ക് യു. സാറേ നമസ്കാരം. Thank you. Thank you. ഹലോ സാറേ, പറഞ്ഞോളൂ ഗ്രേസി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എൻ്റെ പേര് ഗ്രേസി, അടിമാലിയാണ്. ഉം. ഞാൻ ഈ 2-3 ദിവസമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തലവേദനയാണ്. എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്നു. എനിക്ക് ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അസ്വസ്ഥതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ 5 മണിക്ക് ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും 5:30 കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചെവിയില് അന്ന് ഈച്ച വന്ന് ചെവിയിലേക്ക് കയറുന്ന മാതിരി, അതുപോലെ കവിളയിൽ വന്നിരിക്കുന്നു. ഭയങ്കര അസ്വസ്ഥ. എനിക്ക് കണ്ണടച്ച് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങള് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് സാറേ. മെഡിറ്റേഷൻ ക്ലാസ്സിലുണ്ടോ? നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. ഞാൻ ക്യാമറ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും ക്യാമറ ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയില്ല. അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവായതുകൊണ്ട് എഴുന്നേറ്റ് പോയി. അതാ. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണോ ഇവിടെ മറ്റുള്ളവർ പറയും? ഞാനിതിന് ഉത്തരം പറയാൻ തോന്നുന്നില്ല. മെഡിറ്റേഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ പറയാം. പക്ഷെ ഞാൻ പറയേണ്ടി വരുമോ ഇതിന് ഉത്തരം? ഇവിടെ മറ്റുള്ളവർ പറയുന്നതല്ലേ ഏറ്റവും ഉചിതം. എന്തുകൊണ്ടായിരിക്കും ഗ്രേസിക്ക് അങ്ങനെ സംഭവിക്കുന്നത്? ഗ്രേസിയുടെ ഉത്തരം എന്താണ്? ഞാൻ ആലോചിച്ചിട്ട് എനിക്കതിന് ഒരു ഉത്തരം കിട്ടിയില്ല അല്ലെ? എത്ര ദിവസമായി നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്? ഞാൻ 7 ദിവസത്തെ മെഡിറ്റേഷനിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ക്ലാസ്സിലുണ്ട്, മെഡിറ്റേഷനിലുണ്ട്. വേറെന്ത് പഠിച്ചു? വേറെന്താണ് നമ്മുടെ ക്ലാസ്സിൽ വന്നപ്പോ എന്താണ് പഠിച്ചത്? ഇവിടെ എന്താണ് ഇവിടുന്ന് എന്ത് ഒഴിവാക്കാനാണ് പഠിപ്പിക്കുന്നത്? ശരിക്കും പറഞ്ഞ ഒത്തിരി പ്രശ്നത്തിന് നടുവിലായിരുന്നു സാറേ ഞാൻ. മാറ്റം എന്ത് ഒഴിവാക്കാനാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്? ഒരു സാധനം ഒഴിപ്പിക്കാനല്ലേ, ഒഴിവാക്കാനല്ലേ? നമ്മുടെ മനസ്സ് ശാന്തമാകണം, നമ്മുടെ മാലിന്യങ്ങളെല്ലാം പോണം. അതെന്താണ് ഈ മാലിന്യം ഉണ്ടായാലുള്ള ബുദ്ധിമുട്ടെന്താ? ഒരുപാട് പ്രശ്നങ്ങൾ തലേക്കട കയറി നടക്കുന്നുണ്ടായിരിക്കും. അത് തന്നെയാണ് വിഷയം. ചുമടുകൾ കയറ്റി വെക്കുന്ന വേസ്റ്റേജ് ആയ ചുമടുകളെ എപ്പോഴാണോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രമല്ലേ അവിടെ എന്തെങ്കിലും നട്ടു വളർത്താൻ പറ്റുള്ളൂ. മനസ്സിലെ മാലിന്യങ്ങൾ ഒഴിവാക്കാത്തിടത്തോളം കാലം അവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. ഞാൻ പറയണ്ട, ഇവിടെ എല്ലാരും ഉത്തരം പറഞ്ഞു ചാറ്റ് ബോക്സിൽ. മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റണം. അതിനാണ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജേർണി ടു ഹാപ്പിനെസ് നമ്മൾ ചേരാൻ പറയുന്നത്, അത് പഠിക്കാൻ പറയുന്നത്. അത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആൾക്ക് ചെറിയതായിട്ട് ജേർണി ടു ഹാപ്പിനെസ് ഇപ്പോൾ ഞാൻ ചെറുതാക്കി പറയാൻ പറഞ്ഞത്. 1111 രൂപയ്ക്ക് ചെറിയ ജേർണി ടു ഹാപ്പിനെസ് ചേരാൻ പറഞ്ഞു. കാരണം മാലിന്യങ്ങളെ മാത്രം എടുക്കാൻ വേണ്ടി ഒഴിവാക്കാം. മാലിന്യങ്ങൾ ഒഴിവാക്കത്തോളം കാലം മറ്റൊന്നും പറ്റില്ല. പക്ഷെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തേ പറ്റും. അത് നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ മാലിന്യങ്ങളെ ഒഴിവാക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ജീവിതം മാറ്റം ഉണ്ടാവും. അത് മാത്രമേ പോകുമ്പോഴുള്ളൂ. വേറെ ഒരു ഷോർട്ട് കട്ട് വഴികളും നമ്മുടെ മുമ്പിലില്ല. നിങ്ങൾ ഗുളിക പോയി കഴിച്ചാലും തൽക്കാലത്തേക്ക് ശമനം മാത്രമേ ഉണ്ടാവുള്ളൂ. നിത്യമായിട്ടുള്ള ശാന്തിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് മനസ്സിലെ മാലിന്യങ്ങളെ കളഞ്ഞേ പറ്റും. പക്ഷെ നിങ്ങൾക്കത് അറിയില്ല, എന്താണ് മാലിന്യങ്ങൾ എന്നൊന്നും നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല. അതൊക്കെ ഞാൻ 10 ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഓരോന്നിനും എങ്ങനെ എടുത്തു കളയണമെന്ന് പഠിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും അത് ജോയിൻ ചെയ്യുക, എന്നിട്ട് പൂർണ്ണമാക്കുക. കാശ് ഒരു വകയും പൈസ ഉണ്ടെങ്കിൽ മെയിൻ കോഴ്സിൽ ചെയ്യുക, എങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക. ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം ചെറിയ കോഴ്സിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ പറയാം. വേറെ ഒരു വഴികളും നമുക്ക് ഷോർട്ട് കട്ടിൽ പറഞ്ഞു തരാൻ പറ്റില്ല, ഇല്ല അങ്ങനൊരു വഴി. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളേ? ഞാനൊരു വെൽനസ് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് വേണം, മറ്റു അവരുടെ അടുത്ത് പോയായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഞാനിങ്ങ് വന്നതിന് ശേഷം
ആ ഒരു വ്യക്തി അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇത്രയും നല്ല ഒരാളെ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് ഓഹോ, ഭയങ്കര സന്തോഷം. അത് കറക്റ്റ് അല്ലേ? അത് അതുകൂടാതെ ഇത്രയും നന്നായിട്ട് എനിക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയില്ല. അവര് ഭയങ്കര നല്ലൊരു വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് എന്ന് അവര് പറഞ്ഞു. വലിയ കുട്ടികളൊക്കെ ഉള്ള ആളാ. പിന്നെ വേറൊരു കുട്ടി എൻ്റെ അടുത്ത് കോഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. കോഴ്സിന് വെച്ചാൽ ആ കുട്ടിക്ക് കുറച്ച് എന്തൊക്കെ ഒരു അപസ്മാരോ അസുഖമൊക്കെ ഉള്ളതാ. അപ്പൊ അതിന് വീട്ടില് ഭയങ്കര വിഷമോ നിൽക്കുമ്പോക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഫീസൊന്നും ഇല്ലാണ്ട് ഞാൻ അതിനോട് പറഞ്ഞു, നീ വന്നോ, എനിക്ക് വിഷമമില്ല. അപ്പൊ അത് പറഞ്ഞാച്ചോട് പറയാ, ഞാൻ ആദ്യമായിട്ട് ഒരു വ്യക്തിനെ ഇങ്ങനെ കാണുന്നത് എന്റെ ജീവിതത്തില്. എനിക്ക് ഭയങ്കര സന്തോഷായി. അടിപൊളി. ഞാനത് നിങ്ങളുടെ മുമ്പേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, യാതൊരു തർക്കമില്ല. അല്ല, എനിക്കറിയാം സാറേ, ഞാൻ നല്ലതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെരി ഗുഡ്. എനിക്ക് അതിന് പരാതിയില്ല. എനിക്ക് ദൈവത്തോട് നന്ദിയേ ഉള്ളൂ. എനിക്ക് ഇത്രയും ഇപ്പൊ നല്ലൊരു ജീവിതം തന്നെയല്ലേ. ഇപ്പൊ ഇവിടെ ജെനിത് സാറേ യാത്ര ഞാൻ ഇപ്പൊ എങ്ങനെയായിരുന്നു സംസാരം, ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? ഞാൻ നന്നായിട്ട് മാറുന്നുണ്ട്. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാർ. പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ. ഞാനേ യൂട്യൂബില് ഞാൻ ചേർന്ന് എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ എല്ലാവരും ചേരണം എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഇടട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ, എന്റെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇടട്ടെ? ഇട്ടോളൂ. സന്തോഷല്ലേ നിങ്ങൾക്ക്? നല്ലൊരു കാര്യം. അത് ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളുടെ വന്ന യൂട്യൂബ് ചാനലിൽ മാറ്റങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ട് ചെയ്യുന്നത്? ഞാൻ ഡാൻസ് കളിക്കും, ഇങ്ങനെ പാർട്ടിനെ കുറിച്ച് പറയും, പിന്നെ പാർട്ടിയെ പറ്റിയോ? കുറച്ച് കരിയും, പിന്നെ കുറച്ച് പിന്നെ കുറച്ച് കരിയും, കുറച്ച് സോകപ്പാട്ടുകൾ പാടും. ഇതൊന്നും ഇങ്ങോട്ട് അയക്കണ്ട, ഞങ്ങൾക്ക് ഇത് ഇഷ്ടം. ഞങ്ങളെല്ലാം ഇത് അത് അയക്കാൻ മനസ്സിലാക്കി വന്നിരിക്കുന്നത്. അല്ല, അയക്കാനല്ല സാറേ. അല്ല, ഞാൻ ഞാൻ പറഞ്ഞു. മാറിയ മാറ്റം സാറിന്റെ ക്ലാസ് പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും അതിൽ ചേരണം എന്ന് പറയട്ടെ എന്നാ ചോദിച്ചത്. സന്തോഷം, പറഞ്ഞോളൂ. നിങ്ങളാ ചാനൽ ഒന്ന് എനിക്ക് അയച്ചു തരാം കേട്ടോ, നോക്കട്ടെ. ഞാൻ കുറച്ച് കറക്ഷൻ ചെയ്തു. ഓക്കെ സന്തോഷം. ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, നന്ദി. രഞ്ജിത്താണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത്. രഞ്ജിത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊക്കെ ഷെയർ ചെയ്യൂട്ടോ. നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കും നിങ്ങളുടെ ഇൻസ്റ്റയിലേക്കും നിങ്ങൾ ഇതിലേക്ക് ഷെയർ ചെയ്യൂട്ടോ. കാരണം നിങ്ങൾ കാണുന്ന പലർക്കും അത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിലപ്പോ റീൽസുകളും കോട്ടുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളതല്ല, നമുക്ക് മാറ്റം ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. ഓക്കെ, അപ്പൊ എന്താ പിരിയാം. സന്തോഷത്തോടെ നാളെ വൈകിട്ടത്തെ ക്ലാസ്. ശനി ഞായർ നമുക്ക് ലീവല്ല, മറ്റൊരു സ്ഥലത്താണ്. അതുകൊണ്ട് ലൈവൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം.